സ്വന്തം ദൈവസന്നിധിയിൽ എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്നത്തെ പ്രാർത്ഥനയുടെ അനുഗ്രഹത്തിന്, ദേശത്തിൻ്റെ അനുഗ്രഹത്തിന്, ഇവിടെ കൂടി വന്ന ജനത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ശുശ്രൂഷിക്കാൻ ദൈവദാസന്മാരെ ബലപ്പെടുത്തുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്വന്തം വാക്യത്തിൽ വിശ്വസ്തനും വാക്കുമാറാത്ത ദൈവമേ, സ്വർഗീയ പിതാവേ, യേശുപക്ഷ നന്ദി സ്തോത്രം. ഈ സന്ധ്യാസമയത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവ്, ഈ നല്ല അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവ്, ഈ മീറ്റിംഗിലേക്ക് കൂടി വന്ന ദൈവജനത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവ്, ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമ്പോഴാണ് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഈ ദേശത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഈ ദേശം അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥിക്കുന്ന കർത്താവ്. അനേകായിരങ്ങൾ യേശുവിനെ ഹല്ലേലൂയ സ്വന്തം അറിയുവാനും സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കുവാനും ഇടപെട്ട് പ്രാർത്ഥിക്കുന്നു. ജനത്തെ പിടിച്ചു വെച്ചിരിക്കുന്ന, ജനത്തെ മുന്നോട്ട് വിടത്തില്ലെന്ന് വാദിക്കുന്ന പൈശാചിക മണ്ഡലത്തിനെതിരെ ഹല്ലേലൂയ പ്രവർത്തിക്കുവാൻ, പൈശാചിക മണ്ഡലത്തിനെതിരെ ഹല്ലേലൂയ ജയമെടുത്ത് പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മളെ ഹല്ലേലൂയ നമ്മുടെ മേൽ ശക്തി പകരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും അഭിഷേകത്താലും ഹല്ലേലൂയ ആ ദുഷ്ടശക്തികളെ തകർത്തുകൊണ്ട് നമുക്ക് ഹല്ലേലൂയ സ്വന്തം ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇവിടുത്തെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അനേകായിരങ്ങൾ യേശുവിനെ അറിയാതെ, ദൈവത്തെ അറിയാതെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്നല്ലോ കർത്താവ്. അവരൊക്കെയും സ്വതന്ത്ര ക്രിസ്തുവിലൂടെ സ്വതന്ത്രമാവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ സ്തോത്രം. ഈ ഭവനം ഇങ്ങനെ തുറന്നു തന്ന കൃപയ്ക്കായി സ്തോത്രം. ദൈവത്തിന്റെ ഈ പ്രവൃത്തികൾക്ക് വേണ്ടിയിട്ട് ഹല്ലേലൂയ ഈ ഭവനം തുറന്നു തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നത്. അതുമൂലം കർത്താവെ ഈ ഭവനത്തിൽ വസിക്കുന്ന മക്കൾ അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ്. കഴിഞ്ഞ നാളിലെ ഒരു അനുഭവമല്ല കർത്താവ്, പിന്നെയോ ഹല്ലേലൂയ സ്തോത്രം കർത്താവ്. വലിയൊരു അനുഗ്രഹം പ്രാപിക്കുവാൻ, വിടുതൽ പ്രാപിക്കുവാൻ ഇടപെട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ്. പ്രത്യേകം ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കണേ പ്രാർത്ഥിക്കുന്ന, ദൈവത്തിന്റെ ആഴങ്ങളെ പ്രസ്താവിക്കുവാൻ ദൈവം കൃപ കൊടുക്കണേ പ്രാർത്ഥിക്കുന്നു. അത് ജനങ്ങളിലേക്ക് എത്തുമ്പോൾ ശക്തിയോട് ഹല്ലേലൂയ വചനം ശക്തിയോടെ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ അവരുടെ ഹൃദയങ്ങളിൽ കടന്നു ചെല്ലുവാനും അവരുടെ രോഗങ്ങൾ സൗഖ്യമാക്കുവാനും അവരുടെ വിടുതൽ പ്രാപിക്കുവാൻ ഇടപെട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഈ ശബ്ദ പരിധിയിൽ നിൽക്കുന്ന ജനം ഹല്ലേലൂയ കേട്ടിട്ട് ഹല്ലേലൂയ ഇതിലേക്ക് കടന്നു വരുവാൻ ഇടപെട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ്. അങ്ങനെ അവരും അനുഗ്രഹപ്പെട്ട് ഹല്ലേലൂയ സ്വന്തം പാട്ട് പാടുന്ന മകളെ ദൈവം അനുഗ്രഹിക്കണേ പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ സ്തോത്രം. എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കുമ്പോഴാണ് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഈ സന്ധ്യാസമയം അനുഗ്രഹിക്കപ്പെട്ട ഹല്ലേലൂയ ഒരു ദിവസമായി പ്രാർത്ഥിക്കുന്ന എല്ലാവരും ആ ഗ്ലോറിയിലേക്ക് ഹല്ലേലൂയ ആയിത്തീരുവാൻ, അവരുടെ ഓരോരുത്തരുടെ ജീവിതം ഹല്ലേലൂയ ജീവിത മേഖലയിലെ എല്ലാ കാര്യങ്ങളും ഗ്ലോറി ആയി തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ്. പരിശുദ്ധാത്മാവിൽ നിറയാൻ ഇടപെട്ട് പ്രാർത്ഥിക്കുന്ന തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളെയും കർത്താവിന്റെ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനെ സകലവും നിയന്ത്രിക്കുമ്പോഴാണ് പ്രാർത്ഥിക്കുന്നു. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ സമർപ്പിച്ച യേശു ക്രിസ്തു നാമത്തിൽ തന്നെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നല്ലൊരു ആമീൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. എത്ര പേര് സന്തോഷത്തോടെ ആയിരിക്കുന്നു? ഹല്ലേലൂയ. സുമി സന്തോഷത്തോടെ ആയിരിക്കുന്നു? അമ്മച്ചി എല്ലാവരും സന്തോഷത്തോടെ ആയിരിക്കുന്നു? ഹല്ലേലൂയ. ഈ ദേശത്ത് വലിയൊരു മാറ്റം ഉണ്ടാകാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റമല്ല, ഒരു മഹത്വം വെളിപ്പെടാൻ പോവുകയാണ്. അപ്പൊ പ്രാർത്ഥിച്ചപ്പോ ഇങ്ങനെ പ്രാർത്ഥിച്ചു, എല്ലാവരുടെയും ജീവിതം മഹത്വമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചു. എത്ര പേര് അത് ശ്രദ്ധിച്ചെന്ന് എനിക്ക് അറിയത്തില്ല. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിങ്ങളുടെ ജീവിതം എന്താകാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്നേ? മഹത്വമാകാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നല്ലൊരു ആമീൻ പറയാം. നിങ്ങളുടെ ജീവിതം എന്തെങ്കിലും ആകത്തില്ല, ഇനിയും അത് മഹത്വം തന്നെയാകും. ഓ അമ്മച്ചി എന്നാ ആകും? മഹത്വമാകും. എന്നാ ആകും? എന്താകും ആന്റി? എന്താകും? മഹത്വമാകും. അപ്പൊ നമ്മള് എന്തെങ്കിലും ആകാനല്ല ഇവിടെ വന്നത്, നമ്മുടെ ജീവിതം മഹത്വമാകാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുകയാണ്. അത് വിശ്വസിക്കുന്നവർ നല്ലൊരു ആമീൻ പറയണം. എന്തെങ്കിലും ഇനി നിങ്ങൾ ആകത്തില്ല. ദൈവം നിങ്ങളെ കുറിച്ച് ഉദ്ദേശിച്ചത് ഈ മിനിറ്റ് മുതൽ നിങ്ങൾ ആകാൻ തുടങ്ങുകയാണ്. അത് ഉറപ്പുണ്ടോ? അത് ഉറപ്പുണ്ടെങ്കിൽ ഒരു ആമീൻ പറഞ്ഞാട്ടെ. നല്ലൊരു ആമീൻ പറഞ്ഞാട്ടെ. നിങ്ങൾ എന്തെങ്കിലും ആകെയില്ല. നിങ്ങൾ ദൈവം ഉദ്ദേശിച്ചത് ആയിത്തീരാൻ പോകുകയാണ്. സുമി, നീ ആരാകും? നീ ദൈവം ഉദ്ദേശിച്ച ആളാകും. ദൈവത്തിന്റെ കണ്ണിലുള്ള ആ രൂപമായി തീരും. പുതിയ കുറച്ച് കുഞ്ഞുങ്ങൾ നമ്മുടെ അരികിലേക്ക് വന്നിട്ടുണ്ടല്ലോ. ഹല്ലേലൂയ. നിങ്ങൾ ആരാകും എന്നറിയാമോ? ദൈവം നിങ്ങളെ കുറിച്ച് കണ്ടതാകും. ആമേൻ. ദൈവം നിങ്ങളെ കുറിച്ച് കണ്ട രൂപമാകാൻ പോകുകയാണ്. നിങ്ങൾ ആയിരിക്കുന്നത് ഏത് ശുശ്രൂഷയല്ല, മഹത്വത്തിന്റെ തലത്തിലാണ് ആയിരിക്കുന്നത്. മഹത്വത്തിന്റെ തലത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മൾ നമ്മളെ കുറിച്ച്
ദൈവം കണ്ടതുപോലെയാകാൻ പോകുകയാണ്. ഹല്ലേലൂയ. ദൈവത്തെ നന്നായിട്ട് സ്തുതിച്ചേ. ദൈവം കണ്ട രൂപത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരികയാണ്. ഓ Ribra loto sefre el broshazia re ella sefre el brokoshazia re ella sefre el biantazia ro ojazim ra alato sefre heliantazia gre elifra ojazi re ebrolianto sefre el broshazia re ebraniantoza me roshazia re hila sefrelia tribilia tragalotos brekalose re hila sefre el biantazia Rihila safra al-brokoshazia Lehia shahida Ro'ozamra kaidasa Kadura beintasa Me'ra safra hilbokotozia Me'hira bahazia ദൈവം നിങ്ങളെക്കുറിച്ച് കണ്ട രൂപത്തിലേക്ക് നിങ്ങൾ വരാൻ പോകുകയാണ്. ദൈവം നിങ്ങളെക്കുറിച്ച് വരച്ച ഒരു രൂപമുണ്ട്. ആ രൂപത്തിലല്ല നിങ്ങൾ പലരും ഇപ്പോൾ ആയിരിക്കുന്നത്. എന്നാൽ ഈ ശുശ്രൂഷയുടെ ഇതിലൂടെ മുന്നോട്ട് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. ദൈവം കണ്ട രൂപമായി നിങ്ങൾ മാറാൻ പോകുകയാണ്. ഞാനത് വിശ്വസിക്കുന്നു. ഞാൻ അതാ കാണുന്നത്. ദൈവം നമ്മളെക്കുറിച്ച് കണ്ട രൂപം ഉണ്ടെങ്കിലേ ആന്റി മനസ്സിലാവുന്നുണ്ടോ? ഒരു പിക്ചർ ദൈവം നമ്മളെക്കുറിച്ച് വരച്ചു. പിശാച് നമ്മളെക്കുറിച്ച് വേറൊരു പിക്ചർ വരച്ചു. നമ്മളിപ്പോൾ ആയിരിക്കുന്നത് പലരും പിശാച് വരച്ച പിക്ചർ പോലായിരിക്കുക. ഹല്ലേലൂയ. എന്നാൽ ഈ ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നേ? ദൈവം വരച്ച പടമായി നിങ്ങൾ മാറും. ദൈവം വരച്ച രൂപമായി നിങ്ങൾ മാറും. ആദ്യത്തെ മനുഷ്യന്റെ പേര് ആദാം എന്ന. ആമേൻ. പുള്ളിയെയാണ് ദൈവം വാസ്തവത്തിൽ വരച്ചത്. നല്ല രാമ്യം പറഞ്ഞേ. പുള്ളിയെയാണ് ദൈവം വാസ്തവത്തിൽ വരച്ചത്. പുള്ളിയെ വരച്ച രൂപത്തിലേക്ക് നമുക്ക് വരണം. നല്ല രാമ്യം പറഞ്ഞേ. പുള്ളിയെ വരച്ച രൂപത്തിലേക്ക് നമുക്ക് വരണം. പുള്ളിയാണ് യഥാർത്ഥത്തിലെ ഡിസൈൻ. അടുത്തിരിക്കുന്ന ആളിനെ കൈ കൊടുത്തിട്ട് പറ, ഇങ്ങനെ ഒരു നിങ്ങളെ ദൈവം ഡിസൈൻ ചെയ്തതല്ല. ദൈവം ഡിസൈൻ ചെയ്ത ഒരു മനുഷ്യനുണ്ട്. അടുത്തിരിക്കുന്ന ആളിന് കൈ കൊടുത്ത് പറ, നിങ്ങളെ അല്ല ദൈവം ഡിസൈൻ. കൈ കൊടുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ അങ്ങോട്ട് കൈ കൊടുക്ക്. അങ്കിൾ അവിടെ ഇരിക്കുന്നു, വെറുതെ കൈ കൊടു. നിങ്ങളെ അല്ല ദൈവം ഡിസൈൻ ചെയ്തത്. ഈ അമ്മയല്ല ദൈവം ഡിസൈൻ ചെയ്തത്, വരച്ചത്. വേറൊരു പടമാണ് വരച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ പടത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഈ ശുശ്രൂഷ നിങ്ങളെ സഹായിക്കാൻ പോകുകയാണ്. ഏതൊരു ഉപകരണവും ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്നറിയാവോ? ആദ്യം അതിന്റെ ബ്ലൂ പ്രിന്റ് വരയ്ക്കും. ആദ്യം അതിന്റെ ബ്ലൂ പ്രിന്റ് വരയ്ക്കും. മാരുതി സുസുക്കി ഈ കാർ ഉണ്ടാക്കുന്നതിന് മുമ്പ് അവരുടെ CGI, അവരുടെ ഗ്രാഫിക്സിന്റെ ഡിസൈനറിന്റെ അകത്ത് തന്നെ വരയ്ക്കും. ഈ കാർ അവൻ വരയ്ക്കും, ഡിസൈൻ ചെയ്യും. ഈ കാർ ആദ്യം ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഇത് കമ്പ്യൂട്ടറിൽ ഡിസൈൻ ചെയ്തിട്ടാ ഉണ്ടാക്കിയത്. ഈ മൈക്ക് ഉണ്ടാകുന്നതിന് മുമ്പ് ഇതിന്റെ മോൾഡ് ഡിസൈൻ ചെയ്തിട്ടാ ഈ രൂപം വന്നേ. ഹല്ലേലൂയ. നിങ്ങളുടെ രൂപത്തെ എന്റെ ദൈവം കണ്ടതുപോലെ വരയ്ക്കാൻ തുടങ്ങുകയാ. വിശ്വസിച്ചോണ്ട് ആമീൻ പറ. സംഭവിക്കുന്നത് പിശാച് ഇതിന്റെ ഇടയ്ക്ക് കയറി വേറൊരു ഡിസൈൻ ഇട്ടു. ഹല്ലേലൂയ. ആ ഡിസൈനിലെ ആദാമായിട്ടാ നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ഡിസൈൻ ഇന്ന് പൊളിയാൻ പോകുക. പിശാച് എവിടൊക്കെ ഡിസൈൻ ചെയ്തെന്നറിയാവോ? മൈൻഡിൽ ഡിസൈൻ ഇട്ടു, ബോഡിയിൽ ഒരു ഡിസൈൻ ഇട്ടു, ആത്മാവിലേക്ക് ഒരു ഡിസൈൻ ഇട്ടു. ഹല്ലേലൂയ. 3 ഇടത്തേക്ക് ഓരോ ഡിസൈൻ ഇട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആന്റിയുടെ കൈ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ഇച്ചിരി ഒടിഞ്ഞ ഒരു അവസ്ഥയിൽ ഇരിക്കുന്നുണ്ട്. ഇത് പിശാചിട്ട ഡിസൈനാണ്. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഏതൊരു കാര്യവും പിശാചിന്റെ ഒരു ഡിസൈൻ ഉണ്ട്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു ഡിസൈൻ ഉണ്ട്. ഇന്ന് തൊട്ട് ഞാനൊരു കാര്യം പ്രവചിച്ചോട്ടെ, പിശാചിന്റെ ഒരു ഡിസൈനും നിങ്ങളുടെ വീട്ടിൽ കയറത്തില്ല. വിശ്വസിക്കുന്നെങ്കിൽ ആമീൻ പറ.
ജസ്റ്റ് നിങ്ങൾ ആമീൻ പറയുന്നതിലൂടെ നിങ്ങളുടെ വീട്ടിൽ ഇത് ആക്ടിവേറ്റ് ചെയ്യുക. ഞങ്ങളുടെ ശുശ്രൂഷകളിൽ ഞങ്ങൾ കാണുന്നത് ആ അന്തരീക്ഷത്തിന്റെ അകത്തിരിക്കുന്നവരുടെ അവസ്ഥ മാറുന്നതാ കാണുന്നത്. നല്ലൊരാമീൻ പറഞ്ഞേ, നല്ലൊരാമീൻ പറഞ്ഞേ, നല്ലൊരാമീൻ പറഞ്ഞേ, നല്ലൊരാമീൻ പറഞ്ഞേ. പിശാച് നിങ്ങളുടെ ജീവിതത്തിൽ വിതച്ച ഓരോ ഡിസൈനുകളെയും ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. തന്നോട്ട് ചോദിച്ചു പറഞ്ഞേ, പിശാചിന്റെ ഡിസൈനുകളെ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. ശരീരത്തിന് വേണ്ടി അവനൊരു ഡിസൈൻ ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശരീരത്തിന് വേണ്ടി പിശാച് എന്ത് ചെയ്തു? ഒരു ഡിസൈൻ ചേഞ്ച് വരുത്തി. എന്താ ഡിസൈൻ ചേഞ്ച് വരുത്തിയെന്നറിയാവോ? ഹല്ലേലൂയ. അറിയാവോ? അറിയത്തില്ല. ഹല്ലേലൂയ. എന്നാ ഞാൻ പറഞ്ഞു തരാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാസാമാസം പനിക്ക് മരുന്ന് കഴിക്കുന്ന ഒരു വ്യക്തിയാക്കി നമ്മളെ മാറ്റി. ഹല്ലേലൂയ. കൊറോണയെ പേടിച്ച് ഓടുന്ന ഒരു ശരീരമാക്കി നമ്മുടെ ശരീരത്തെ മാറ്റി. ഹല്ലേലൂയ. രോഗം, ദുഃഖം, ദാരിദ്ര്യം എൻട്രി ഉള്ള ഒരു ബോഡിയാക്കി നമ്മുടെ ബോഡിയെ പിശാച് ഡിസൈൻ ചെയ്തു. പക്ഷേ ദൈവം ഡിസൈൻ ചെയ്ത ബോഡി ഞാൻ പറയാം, കൊറോണ കേറാത്ത ബോഡിയായിരുന്നു. ആമീൻ പറയാൻ പറ്റും? ഈ ശുശ്രൂഷ നിങ്ങളെ ആരാക്കുന്നറിയാമോ? കൊറോണ കേറാത്ത ബോഡിയാക്കും. 2, മരണം പ്രവേശിക്കാത്ത ബോഡിയാക്കി മാറ്റും. ആമീൻ പറ. ചുമ്മാ ആമീൻ, ചുമ്മാതല്ല, ശരിക്കും ഒരു ആമീൻ പറ. ഹല്ലേലൂയ. മരണം പ്രവേശിക്കാത്ത ബോഡി. ഹല്ലേലൂയ. ഞാൻ എന്തിലേക്കാ നിങ്ങളെ കൊണ്ടുവരുന്നറിയാമോ? ദൈവത്തിന്റെ ഡിസൈനിലേക്ക്, ദൈവത്തിന്റെ രൂപത്തിലേക്ക്, ദൈവത്തിന്റെ ഭാവനകളിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് അങ്കിളിനെ കൊണ്ടുവരുക. ആമേൻ. ആന്റിയെ കൊണ്ടുവരുക. ആമേൻ. ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നത് ഒരു ഡിസൈൻ മാറ്റി എഴുതാൻ വേണ്ടിയാ. ഹല്ലേലൂയ. പിശാചിട്ട ഡിസൈനുകളെ തിരുത്തിക്കൊണ്ട് ദൈവത്തിന്റെ ഡിസൈനുകളിലേക്ക്. എല്ലാരും പറഞ്ഞ, ദൈവത്തിന്റെ ഡിസൈനുകളിലേക്ക് ഞാൻ വരികയാ. ദൈവത്തിന്റെ ഡിസൈനുകളിലേക്ക് ഞാൻ വരികയാ. ഇരമ്യാ 29:10 ബൈബിൾ പറയുകയാണ്, ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു, അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ ഞാൻ ഒരു മർമ്മം പറയാൻ പോവുകയാണ്. നിങ്ങളുടെ സർവ്വ തകർച്ചയ്ക്കും പുറകിൽ പിശാചാണ് എന്നുള്ള ബോധത്തിലേക്ക് വാ. നമുക്ക് ഏത് പ്രശ്നം വരുമ്പോഴും പിശാച് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ദൈവത്തെ നമ്മുടെ ശത്രുവാക്കും. എടാ, ഇത് ദൈവം നിന്നെ തകർത്ത കണ്ടില്ലേ? ദൈവം നിന്നെ മുടിച്ച കണ്ടില്ലേ? ദൈവം നിന്നെ ഇങ്ങനെ ആക്കിയ കണ്ടില്ലേ? ഈ ചിന്ത പൊളിഞ്ഞാലേ നിനക്ക് ദൈവത്തിലേക്ക് വരാൻ പറ്റൂ. മനസ്സിലാവുന്നെങ്കിൽ ആമീൻ പറ. നിങ്ങളുടെ രക്ഷയുടെ ആദ്യ ഘട്ടം ഞാൻ പറയാം, നിങ്ങളുടെ ഡിസൈനറിന്റെ അടുത്തേക്ക് വാ. എന്റെ ഡിസൈനറിന്റെ അടുത്തേക്ക് ഞാൻ വരിക. എന്റെ ഡിസൈനറിന്റെ അടുത്തേക്ക് വരിക. അവൻ എന്തോ എഴുതിയിരിക്കുന്ന, അവൻ എനിക്ക് തിന്മയ്ക്കായിട്ടൊന്നും നിരൂപിക്കത്തില്ല, നന്മയ്ക്കായിട്ടേ നിരൂപിച്ചിട്ടുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന ഓരോ നെഗറ്റീവിന്റെയും പുറകിൽ ദൈവമല്ല. ഉറപ്പിക്കാവോ? ഇന്നത് എന്റെ ലൈഫിൽ നെഗറ്റീവ് വന്നപ്പം പിശാച് എന്നെ ഇതെന്നറിയോ? ഇത് മുഴുവൻ ദൈവത്തിന്റെ തലയിലോട്ടങ്ങ് ഇടും. ഹല്ലേലൂയ. പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം എന്തോന്നറിയാമോ? അവൻ എല്ലാ പരിപാടിയും ചെയ്തിട്ട് ഇത് ആരുടെ തലയെ കൊണ്ടിടും? ഇതാര് വിശ്വസിക്കും? അതോടെ നമ്മൾ എവിടുന്ന് അകന്നു? ദൈവത്തിൽ നിന്ന് ശരീരം കൊണ്ട് അകന്നിട്ടില്ല, മനസ്സുകൊണ്ട് അകന്നിട്ടുണ്ട്. ഞങ്ങൾ ചർച്ചയിൽ പോകുമ്പോഴും ഞങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നു. എന്റെ ശത്രുവായി മാറി ദൈവം. എന്റെ ആരായി മാറി? എന്റെ കൊടിയ ശത്രു എന്ന് പറഞ്ഞാൽ വേറെ ആരുമല്ല, ദൈവമായിരുന്നു. 1-2 വർഷം, 1.5 വർഷം കൊടിയ ശത്രു. കാരണം എന്റെ ദൈവം എന്നെ തകർത്തു. ഇതാണ് ദൈവം എനിക്ക് പിശാച് എനിക്ക് തന്ന ദൈവത്തിന്റെ പണം. അടുത്ത മർമ്മം കയറി വരിക. പിശാച് 2 പേരെ ഡിസൈൻ ചെയ്യുന്നുണ്ട്. 1, നിന്റെ നെഗറ്റീവ് ഡിസൈൻ. 2, ദൈവത്തെ കുറിച്ചൊരു റോങ് ഡിസൈൻ. ഒരു
മർമ്മം കേറി വന്ന മർമ്മം ഞാൻ അങ്ങ് വിളമ്പി തരിക. ഹല്ലേലൂയ. 2 ഡിസൈനുകളാണ് നിരന്തരം പിശാച് ചെയ്യുന്നത്. എല്ലാവരും പറഞ്ഞ 2 ഡിസൈൻ. 1 നിന്നെ കുറിച്ചുള്ള റോങ് ഡിസൈൻ, 2 ദൈവത്തെ കുറിച്ചുള്ള റോങ് ഡിസൈൻ. മനസ്സിലാവുന്നു? നീ തകർന്നത് ഈ 2 ഡിസൈനുകൾ നിന്റെ തലയിൽ കയറി ഉറച്ചപ്പോഴാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യനെ കുറിച്ച് നമുക്കൊരു റോങ് ഡിസൈൻ നമ്മുടെ തലയിൽ സെറ്റായി കഴിഞ്ഞു. ദൈവത്തെ കുറിച്ച് ഒരു റോങ് ഡിസൈൻ നമ്മുടെ തലയിൽ സെറ്റായി കഴിഞ്ഞു. നമ്മൾ പാടുന്നുണ്ട്, കർത്താവിനെ ആരാധിക്കുന്നുണ്ട്, പക്ഷെ ദൈവം ആരെന്നറിയത്തില്ല. നമ്മൾ ക്രിസ്തുവിൽ ദൈവത്തിൽ ആരെന്നും അറിയത്തില്ല. 2 പോയിന്റാണ്. എന്തോ ആന്റി ഞാൻ പറഞ്ഞേ? 1 ദൈവം ആരെന്നറിയത്തില്ല, 2 ദൈവത്തിൽ ഞാൻ ആരെന്നും അറിയത്തില്ല. അമീൻ പറ. എന്റെ കൂടെ ഒന്ന് പറഞ്ഞേ, ദൈവം ആരെന്നറിയത്തില്ല, ദൈവത്തിൽ ഞാൻ ആരെന്നും അറിയത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ബൈബിൾ എഴുതിയത്, ഹവ്വയുടെ മനസ്സിനെ പിശാച് ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളെയും ചതിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ആരാ ഭയപ്പെട്ടെന്നറിയാവോ? 14 ലേഖനം എഴുതിയ പൗലോസിന് ഒറ്റ ഭയേ ഉള്ളൂ, എന്റെ പിള്ളേരെ പിശാച് ചതിക്കുവോ? ആമേൻ. ഞാൻ പോയി കഴിയുമ്പോൾ അജിതാന്റിയുടെ മനസ്സിലേക്ക് പിശാച് ചതി വെതറുമോ? പൗലോസ് പറയുക, കൊരിന്ത് സഭ വിട്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ അവരുടെ തലയിലേക്ക് പിശാച് റോങ് ഡിസൈനിനെ ഇടുമോ? ഹല്ലേലൂയ. നല്ലൊരു ആമീൻ പറയാമോ? നല്ലൊരു ആമീൻ പറയാമോ? എല്ലാരും പറഞ്ഞു, ഞാൻ എന്നെ കുറിച്ചുള്ള റോങ് ഡിസൈൻ പൊളിക്കാൻ പോകും. ഉറക്കെ പറ, എന്നെ കുറിച്ചുള്ള റോങ് ഡിസൈൻ പൊളിക്കാൻ പോകും. 2 ദൈവത്തെ കുറിച്ചുള്ള റോങ് ഡിസൈൻ ഞാൻ പൊളിക്കാൻ പോവാ. ദൈവത്തെ കുറിച്ചുള്ള റോങ് ഡിസൈൻ പൊളിക്കാൻ പോകും. നല്ലൊരു ആമീൻ പറയാമോ? ഈ 2 റോങ് ഡിസൈനുകൾ നിങ്ങളുടെ മനസ്സിൽ പൊളിഞ്ഞു കിട്ടി. 2 റൈറ്റ് ശരിയായ ഡിസൈനുകൾ നിങ്ങളുടെ മനസ്സിലേക്ക് കയറി വന്നാൽ രക്ഷപ്പെട്ടു. ഹല്ലേലൂയ. പിന്നെ പിശാചിന് നിങ്ങളെ ചതിക്കാൻ പറ്റത്തില്ല. പിശാചിന് നിങ്ങളെ ചതിക്കാൻ പറ്റത്തില്ല. മഹത്വത്തിന്റെ തലത്തിൽ ഒരൊറ്റ ഇതേ ഉള്ളൂ പിശാചിന്, അവൻ ആയുധമില്ല, പക്ഷെ അവന് ചതിയേ ഉള്ളൂ. നീ മഹത്വത്തിന്റെ വെളിയിലാന്നേ അവന് ആയുധമുണ്ട്. മഹത്വത്തിൽ ആയുധമില്ല, ചതിയുണ്ട്. ഇന്ന് പിശാചിന്റെ ചതികളെ നിങ്ങൾ പൊളിച്ചു കളയണം. ഹല്ലേലൂയ. നിങ്ങളുടെ ലൈഫിൽ അവന്റെ ആയുധങ്ങൾ ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ പൊളിച്ചു കളയാൻ പോകുകയാണ്. പക്ഷെ അവന്റെ ചതിയെ നിങ്ങൾ പൊളിച്ചു കളയണം. നല്ലൊരു ആമീൻ പറഞ്ഞേ, നല്ലൊരു ആമീൻ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ഷാറിത സംറ ഓ ജസിയ റേ എലാഫ്ര ഓ സബ്രഹനിയ. അന്യഭാഷ സംസാരിച്ച് റു ഒലോഷസി ബറാകതസിയ ട്രഗൽ ബഹോസിബിയ. കസാര എടുക്ക്, കസാര റുകോലാസി മ്രാകറ്റോസ റുകോലൂഷസ് ബേറിയ ട്രിമല്ല സഫ്രഹേൽ ബിയാന്റോസിയ. 2 കസാര കിടക്കുന്നു. അത് കുഴപ്പമില്ലല്ലോ. ബാക്കിലല്ലേ കുട്ടികളൂ? കുഞ്ഞുങ്ങൾ ഇവിടെ ഇരുന്നു, ഇവിടെ ഇരുന്നു. Drubolias regila safre elbiantosia tralia safre elbiontosia re ella safre elbrocosia re ebroliantosia rebellion trasbiantosia me erosius എല്ലാവരും അന്യഭാഷ പ്രാർത്ഥിച്ചോ. Ra azobrahasia talbrocosia erboliantrosbia trabal azebra katosia traboli azeri mahushazia me hirakoshazia le hiras me eroshazi me hirakolohuza me radara de ragala meza me hiroko oroshazia le hiramahazia. പരിശുദ്ധാത്മാവ് പറയുക,
നിങ്ങളുടെ ജീവിതത്തെ അവൻ പുനഃസ്ഥാപിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. ഇന്ന് പിശാച് നിങ്ങളുടെ ജീവിതത്തിൽ വെതറിയ ഓരോ കാര്യങ്ങളെയും അവൻ പൊട്ടിച്ചു കളയാൻ പോകുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ ആത്മാവ് അതിനെ ബ്രേക്ക് ചെയ്യാൻ പോകുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് അതിനെ ബ്രേക്ക് ചെയ്യാൻ പോകുകയാണ്. ഓ റഷതല്ല പ്രഖതസിയ റിലാസഫ്രേ. എല്ലാവരും സ്വന്തം തലയിലോട്ടൊന്ന് കൈവച്ചേ. എന്നിട്ട് പറഞ്ഞ പിശാച് എന്റെ ലൈഫിൽ വെതറിയ എല്ലാ ഡിസൈനുകളെയും ഞാൻ ബ്രേക്ക് ചെയ്യുന്നു. എന്നെ കുറിച്ചുള്ള ദൈവിക ഡിസൈനെ ഞാൻ തുറന്നു വിടുന്നു. ഹല്ലേലൂയ. ഓക്കേ, ഇപ്പൊ പറഞ്ഞ മർമ്മത്തിലേക്ക് ഞാനൊന്ന് വരാം. ഹല്ലേലൂയ. 2 ഫാക്ടറികൾ നിങ്ങളുടെ ജീവിതത്തെ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഇതിൽ എല്ലാ ദിവസവും രാവിലെ നിങ്ങൾ ദൈവത്തിന്റെ സൈഡിൽ നിന്നുകൊണ്ട് പറയണം, എന്നെ കുറിച്ച് ദൈവം പദ്ധതി ചെയ്തതിനെ ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറയണം. 2, പിശാച് എന്നെ കുറിച്ച് ഇന്ന് ഡിസൈൻ ചെയ്തതിനെ ഞാൻ തിരസ്കരിക്കുന്നു എന്ന് പറയണം. ഹല്ലേലൂയ. 2 കാര്യങ്ങൾ ചെയ്യണം. എന്താണ്? കാരണം നിങ്ങളെ ദൈവം എന്തോ ആക്കി വെച്ചിരിക്കുന്ന അറിയോ? രാജകീയ പുരോഹിത വർഗം. രാജാവാണ് നിങ്ങൾ. അതാണ് ഇതിന്റെ അകത്ത് പലർക്കും അറിയാത്തൊരു മർമ്മമാണ്. അയ്യോ, എല്ലാം ദൈവം ചെയ്യുന്നു, എല്ലാം പിശാച് ചെയ്യുന്നു. അങ്ങനല്ല. ദൈവം പറഞ്ഞതിനെ ഈ ഭൂമിയിൽ നിങ്ങൾ വേണം സ്ഥാപിച്ചെടുക്കാൻ. ഹല്ലേലൂയ പറ. ദൈവം ഒരു കാര്യം തീരുമാനിച്ചു. അപ്പൊ ഇപ്പൊ ആദ്യം നമുക്ക് എന്താ മനസ്സിലായത്? ദൈവം എനിക്ക് വേണ്ടി നിരൂപിച്ച നിരൂപണങ്ങൾ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ ഉള്ള നിരൂപണങ്ങൾ എന്ന് പിടികിട്ടി. അത്രയും പിടികിട്ടിയ ഒരു ആമീൻ പറ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കേണ്ട ആവശ്യമില്ല. അവര് അത് ചെയ്തോളൂ. എന്നെ നോക്ക്. ദൈവം എന്തുവാ ചെയ്തേ? തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ ഉള്ള നിരൂപണങ്ങൾ. അപ്പൊ അത്രയും ക്ലിയർ ആയി. അപ്പൊ നന്മയുടെ നിരൂപണങ്ങൾ എന്ത് ചെയ്യണം? അതേ നിങ്ങളുടെ വീട്ടിൽ വരാവൂ എന്ന് നിങ്ങളൊന്ന് വാശി പിടിക്കണം. ഹല്ലേലൂയ. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ എന്ത് ചെയ്യണം? നിങ്ങൾ രാജാവായിട്ട് എഴുന്നേക്കണം. നല്ലൊരു ആമീൻ പറ. നല്ലൊരു ആമീൻ പറ. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഒരു രാജകീയ പുരോഹിത വർഗമായിട്ട് നിൽക്കണം. ഹല്ലേലൂയ പറഞ്ഞേ. നല്ലൊരു ആമീൻ പറഞ്ഞേ. ഒരു ഗ്ലോറി പറഞ്ഞേ. ഇവരുടെ മേലെല്ലാം ഗ്ലോറി വ്യാപരിക്കുക. ഹല്ലേലൂയ. ഈ കുഞ്ഞുങ്ങൾ ആരായി തീരുമെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഇവർ ഒരു ദിവസം ഗ്ലോറിയുടെ അന്തരീക്ഷത്തിന്റെ അകത്ത് വന്ന് ഇരുന്നു പോയി. ഹല്ലേലൂയ. ഗ്ലോറിയുടെ അടുത്ത് ആരേലും വന്ന് അങ്ങളെ മുഖം ശോഭിക്കും. ഹല്ലേലൂയ. മുഖം ശോഭിക്കും. ഹല്ലേലൂയ. ഞാൻ ഒരു പ്രവചനം പറയാം. നിങ്ങൾ ഇനി തകരണോന്ന് വെച്ചാൽ തകരാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അടുത്തൊരു ഉയർച്ച വരുവാൻ വിശ്വസിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ വാഴാൻ പോകുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ വീണടത്ത് വാഴണം. അതിനാ ദൈവം നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. വീണടത്ത് വാഴിപ്പിക്കുന്ന ശുശ്രൂഷയാ മഹത്വ ശുശ്രൂഷ. ഹല്ലേലൂയ. നിങ്ങളുടെ വീണ സ്ഥലത്തെ മുറിവ് കെട്ടിവെച്ച് നിങ്ങളെ വിടുന്ന ശുശ്രൂഷയല്ല, വീണടത്ത് വാഴുമാറാക്കുന്ന ശുശ്രൂഷയാണ് മഹത്വത്തിന്റെ ശുശ്രൂഷ. മഹത്വത്തിന്റെ ശുശ്രൂഷയുടെ വ്യത്യാസം എന്താ? വീണടത്ത് മുറിവ് കെട്ടിവെച്ച് നിങ്ങളെ എങ്ങനെ അങ്ങ് വിടത്തില്ല. ഹല്ലേലൂയ. എല്ലാവരും മുറിവ് കെട്ടി വെച്ചിട്ട് അങ്ങ് വിടും. ഹല്ലേലൂയ. അടുത്തത് മുറിവ് കെട്ടാൻ നിങ്ങൾ പിന്നെ അവിടെ തന്നെ പോകും, അല്ലേ? പക്ഷെ ഈ ശുശ്രൂഷയുടെ പ്രത്യേകത നിങ്ങളെ വാഴുമാറാക്കും. ഹല്ലേലൂയ. ഇന്ന് തൊട്ട് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുറിവ് കെട്ടാൻ ഒരു കപ്പാസിറ്റി വരും. വിശ്വസിക്കേ, വിശ്വസിക്കേ, വിശ്വസിക്കേ. ഹല്ലേലൂയ. നിങ്ങളുടെ മനസ്സിൽ പിശാചിട്ട എല്ലാ ചിന്തകളെയും നമ്മളൊന്ന് വെളിയിലോട്ട് കളയാൻ പോകും. പിശാച് എന്തോ ഇടുന്ന നമ്മുടെ അകത്ത് ഒരു ഇമാജിനേഷൻ ഇടും, അല്ലെ? ഒരു ചിന്ത ഇടും, ഒരു തോട്ട് ഇടും. നീ ഇതാണ്. ഹല്ലേലൂയ. ആ ചിന്തയെ നമ്മൾ എടുത്തൊന്ന് വെളിയിൽ കളയണം. ഹല്ലേലൂയ. കാരണം സദൃശവാക്യം 23 എഴുതിയിട്ടുണ്ട്, ഒരു മനുഷ്യൻ ചിന്തിക്കുന്നതാകുന്നു അവൻ. ആരാണ് ഒരു മനുഷ്യൻ? ഒരു മനുഷ്യൻ അവൻ ചിന്തിക്കുന്നതാകുന്നുവല്ലോ അവൻ. As a man thinketh, so is he.
ആരാണ് മനുഷ്യൻ? നിങ്ങൾ ആരാണ്? നിങ്ങൾ ചിന്തിക്കുന്ന പോലാ നിങ്ങൾ. ഹല്ലേലൂയ. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നേ അതാ നിങ്ങളായി മാറുന്നേ. അതുകൊണ്ടാണ് ബൈബിൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നേ, യഹോവയുടെ ന്യായപ്രമാണം എന്ത് ചെയ്തോണം? രാപ്പകൽ എന്ത് ചെയ്തോണം? ധ്യാനിക്കണം. ന്യായപ്രമാണം രാപ്പകൽ ചിന്തിക്കണം. ധ്യാനിക്കണം എന്ന് പറഞ്ഞാൽ ചിന്തിക്കണം. അപ്പൊ ചിന്തിക്കുമ്പോ എന്നാ മനസ്സിലായി? ഞാൻ വാലല്ല തലയാകും, ഞാൻ താഴ്ചയല്ല ഉയർച്ച തന്നെ പ്രാപിക്കും, ഞാൻ വായ്പ വാങ്ങത്തില്ല, കൊടുക്കും. എന്റെ ലൈഫിൽ ഞാൻ വായ്പ വാങ്ങത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് ഒരു കാറ് വേണമെങ്കിൽ നിങ്ങൾ ലോൺ എടുക്കണോ? സുമിയാ മിടുക്കിയായതേക്കുന്നത് വേണ്ട. പക്ഷെ നിങ്ങളുടെ തലേ പോകുന്ന ആദ്യത്തെ ചിന്ത എന്തുവാ? ഇപ്പൊ കാറ് വേണമെന്നൊരു ആഗ്രഹം വരുമ്പോഴേ ആദ്യത്തെ ചിന്ത എന്തുവാ? എവിടെ അച്ചായ ലോണ്? നിങ്ങളെ ചതിച്ചത് ചിന്തയാ. ഇന്നു മുതൽ നിങ്ങൾ ലോൺ എടുക്കാത്തവരായി മാറും. ബ്രദറെ, എനിക്കൊരു വീട് വെക്കാൻ ആഗ്രഹമുണ്ട്. എവിടാ ബ്രദറെ ലോണ്? കേട്ടോ, ഫസ്റ്റ് ചിന്ത എന്തോ പിശാചിട്ടേക്കുന്നേ? നീ ഒരു ദരിദ്രനാ, ഇച്ചിരൂടെ ഇറങ്ങി പറ, നീ ഒരു തെണ്ടിയാ എന്നുള്ള തോട്ട് നമ്മുടെ തലയില് ഇട്ട് കഴിഞ്ഞു. ഹല്ലേലൂയ. നീ ദരിദ്രനാ. ഹല്ലേലൂയ. ഞാൻ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ ദരിദ്രനല്ല. നിങ്ങൾ ആരാണ്? രാജാവാണ്. പക്ഷെ ആ ചിന്ത നിങ്ങളെ ഭരിക്കണം. എല്ലാവരും പറഞ്ഞ ഭരിക്കണം. ആ ചിന്ത എന്നെ എന്ത് ചെയ്യണം? ഭരിക്കണമെങ്കിൽ ആ ചിന്തയോടൊപ്പം ഞാൻ അല്പം സമയം ചെലവഴിക്കണം. ഹല്ലേലൂയ. എങ്ങനെയാണ് നമ്മുടെ ഒരു ചിന്ത നമ്മളെ ഭരിക്കാൻ തുടങ്ങുന്നത്? അതുകൊണ്ട് ജോഷുവയോട് പറഞ്ഞു, മോനെ ഞാൻ നിനക്കൊരു വചനം തന്നിട്ടുണ്ട്. ഒരു വചനം. യോശുവയുടെ സമയത്ത് മത്തായിയുടെ സുവിശേഷം ഇല്ല, മർക്കോസിന്റെ സുവിശേഷം ഇല്ല, ഒന്നുമില്ല. ഒരൊറ്റ വചനം കൊടുത്തിട്ടുണ്ട്, കനാൻ നീ പിടിക്കും. യോശുവയ്ക്ക് കൊടുത്ത ബൈബിൾ ഏതാ? എരിഹോ നീ പിടിക്കും, കനാൻ നീ പിടിക്കും. എന്നിട്ട് ഈ ഒരൊറ്റ ബൈബിൾ വാക്യം. യോശുവയുടെ സമയത്ത് മത്തായിയുടെ പുസ്തകം ഉണ്ടോ? പൗലോസിന്റെ 14 ലേഖനങ്ങളുണ്ടോ? ഇല്ല. അപ്പൊ പുള്ളിയോട് ഈ ഒരൊറ്റ വാക്കിട്ട് കൊടുത്തു, നീ എരിഹോ പിടിക്കും, നീ കാല് വെക്കുന്നത് നിനക്ക് അവകാശം. ഇതൊക്കെയാ പുള്ളി കേട്ട ബൈബിള് വചനം. എന്നിട്ട് പുള്ളിയോട് പറഞ്ഞു, ഈ ഒരൊറ്റ ഐറ്റം രാവും പകലും ഇരുന്ന് ധ്യാനിക്കാൻ, എന്നാൽ നീ വിജയിക്കും. പുള്ളിയുടെ ബൈബിൾ എന്തുവാ? നീ കനാനിൽ കയറും, നീ ദൈവരാജ്യത്തിൽ കയറും, നീ പാലും തേനും ഒഴുകുന്ന ദേശത്ത് ജീവിക്കും, നീ ആ ഡയമെൻഷനിൽ കയറും. അത് നീ രാവും പകലും ചിന്തിച്ചോ. അലറാമോ? ഹല്ലേലൂയ. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നു, ദൈവം നിങ്ങളെ കുറിച്ച് പറഞ്ഞത് ചിന്തിക്കണം. ചിന്തിക്കണം. ഈ ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തുവാ ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുക എന്നാണ് വിചാരിക്കുന്നത്. അല്ലല്ലല്ല. ഹല്ലേലൂയ. ആദ്യം നിങ്ങൾ വചനം ചിന്തിക്കണം. ഈ വചനം എന്ന് പറഞ്ഞാൽ ഏതാ വചനം? റേമാ വേർഡ് ചിന്തിക്കണം. നിങ്ങളോട് ദൈവം ഇടപെട്ട, ദൈവം നിങ്ങളുടെ അകത്ത് സ്പർശിപ്പിക്കുന്ന, ഇപ്പൊ ഇന്ന് ഈ മെസ്സേജ് ഇതിന്റെ അകത്ത് ദൈവം നിങ്ങളെ സ്പർശിപ്പിക്കുന്ന ഒരൊറ്റ വാക്കുണ്ടെങ്കിൽ അത് ചിന്തിക്കണം. ഞാനൊരു കാര്യം പറയാം, സദൃശവാക്യം 23 ഒരു കാര്യം പറയാം. നിങ്ങൾ അതായി മാറും. നിങ്ങൾ ആരായി മാറും? നിങ്ങൾ ആ ചിന്തിച്ചതായി മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ നിങ്ങൾ നിങ്ങളെ കുറിച്ച് എന്തോ ചിന്തിക്കുന്നത്? ഹല്ലേലൂയ. നിങ്ങളുടെ അകത്തിന്റെ ചിന്തകൾ ഇന്നൊന്ന് വെളിയിലെടുത്ത് കളയാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലരുടെ ചിന്ത മരണത്തിന്റെ ചിന്തയാ. ചിലരുടെ ചിന്ത എന്നാ എന്നെ ടാക്സ് ലോൺ അടയ്ക്കാനുള്ളവർ വന്ന് പിടിക്കുന്നത്. പല ചിന്തകളാ അല്ലേ?
ഹല്ലേലൂയ പറഞ്ഞേ. ഈ ചിന്തകളെ ഡീൽ ചെയ്യാൻ ഒരു ആത്മമനുഷ്യനായി നിങ്ങൾ എഴുന്നേക്കണം. വിശ്വസിക്കുന്നവർ ആമീൻ പറ. ഈ ചിന്തകളെ ഡീൽ ചെയ്യുന്ന ചിലരുടെ തലയിലെ ചിന്ത ഞാനൊരു തോൽവിയാണ്. ആരാണ്? ഞാനൊരു തോൽവിയാണ്. ഹല്ലേലൂയ. ഈ ചിന്തകളെ ഒന്ന് വെളിയിൽ കളയാൻ പറ്റുമോ? ഈ ചിന്തകൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന, നിങ്ങളെ കേൾപ്പിക്കുന്ന ഒരു പാമ്പുണ്ട്. ഹല്ലേലൂയ. പിശാച് ഡയറക്ട്ലി വന്നാൽ നമ്മൾ എതിർക്കും അല്ലെ? രണ്ട് കൊമ്പും ലുട്ടാപ്പിയുടെ ദേഹമായിട്ട് വന്നാൽ നമ്മൾ എതിർക്കും. പക്ഷെ ലുട്ടാപ്പിയുടെ രൂപത്തിൽ വരത്തില്ല. ചിലപ്പോ ഒരു മനുഷ്യന്റെ രൂപത്തിൽ വന്നിട്ട് പറയടാ നീ ഒരു തോൽവിയാണ്. ഹല്ലേലൂയ. ചിലപ്പോ അമ്മയുടെ രൂപത്തിൽ വന്നിട്ട് പറയും ഓ ഇവളെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല. ചിലപ്പോ ടീച്ചറിന്റെ രൂപത്തിൽ വന്നിട്ട് പറയും നീ ഒരു മരമണ്ടന. ആരാ? നീ ഒരു മരമണ്ടന. ചിലപ്പോ ഡോക്ടറിന്റെ രൂപത്തിൽ വന്നിട്ട് പറയും നീ രോഗിയാണ്. നിങ്ങളുടെ ശത്രു ആരാന്നറിയാവോ? ഡോക്ടർ, നേഴ്സും. നമ്മുടെ കണ്ണിൽ അവര് മാലാകമാരെന്നൊക്കെയാണ് നമ്മളെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അവരാണ് നിങ്ങളുടെ ശത്രു. കാരണം നിങ്ങളെ ഡിസൈൻ ചെയ്തപ്പോ കൂട്ടത്തിൽ ദൈവം ഹോസ്പിറ്റൽ ഡിസൈൻ ചെയ്തിരുന്നില്ല. ഹോസ്പിറ്റൽ ആർക്കുള്ളതാണെന്ന് അറിയാമോ? ഹോസ്പിറ്റൽ ആർക്കുള്ളതാ? രോഗികൾക്കുള്ളതാണോ ഹോസ്പിറ്റൽ? ആണ്, നിങ്ങൾക്കുള്ളതാണ്. യേശുവിനെ അറിയാത്ത രോഗികൾക്കുള്ളതാണ് ഹോസ്പിറ്റൽ. ആമേൻ. അമ്മ ഞാൻ ഹോസ്പിറ്റലിൽ പോവോ? ഇല്ല. ഹല്ലേലൂയ പറഞ്ഞേ. നല്ലൊരു ആമീൻ പറഞ്ഞേ. പക്ഷെ നമ്മുടെ തലയിലെ പിക്ചർ എന്തുവാ? 40 വയസ്സാകുമ്പോഴേ പടം കണ്ടു കഴിഞ്ഞു, ഹാർട്ട് അറ്റാക്ക് വന്ന് കിടക്കുന്നത് അല്ലേ? ഷുഗർ വരുന്നത് ഭാവന കണ്ടു കഴിഞ്ഞു. ഹല്ലേലൂയ. നിങ്ങളുടെ മനസ്സിൽ റോങ് ഡിസൈനുകളെ പിശാച് ഇട്ടിട്ടുണ്ട്. ഒന്ന് വെളിയിൽ കളയണം. അതല്ല നിങ്ങൾ വേറൊരാളാണ്. ശൗലിന്റെ മേൽ ആത്മാവ് വന്നു, അവൻ വേറെ ഒരാളായി. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ. ബ്രദറെ, ബൈബിളിൽ വാക്യമുണ്ട്. പിന്നെന്താ ഞാൻ പുതിയതാകാത്തത്? നിങ്ങൾ ആ ചിന്തയോട് നിങ്ങളെ അലൈൻ ചെയ്തില്ല. ആ സത്യത്തോടൊപ്പം നിങ്ങൾ എന്ത് ചെയ്തില്ല? കൈകോർത്തില്ല. നിങ്ങൾ ആർക്കാ കൈ കൊടുത്തേക്കുന്നതെന്ന് അറിയാവോ? ആക്റ്റീവായിട്ടുള്ളവരെ എനിക്ക് പറ്റുള്ളൂ. പെട്ടെന്ന് നീ വാ. ഹല്ലേലൂയ. അല്ല ഇത് പിശാചു, ഇത് ദൈവം എന്നാക്കാം നമുക്ക്. പിശാച് എന്നോട് വന്ന് പറയുകയാണ് നിനക്ക് ഷുഗർ വരും എന്ന് പറഞ്ഞു. ദൈവം എന്നോട് പറയുകയാണ് മോനെ നിനക്കൊരു രോഗവുമില്ല. പറഞ്ഞേ ഏതാ കൈ കൊടുക്കാൻ എളുപ്പം? ഒറ്റയടിക്ക് ഇവന് നമ്മൾ കൈ കൊടുക്കും. കാരണം എന്നാ? എന്റെ മുത്തച്ഛന് ഷുഗറുണ്ട്, എന്റെ മുതുമുത്തച്ഛന് ഷുഗറുണ്ട്, എന്റെ അയൽവക്കക്കാരന് ഷുഗറുണ്ട്, എന്റെ ടീച്ചറിന് ഷുഗറുണ്ട്, എന്റെ ചാർച്ചക്കാരന് ഷുഗറുണ്ട്, എന്റെ അമ്മയ്ക്ക് ഷുഗറുണ്ട്, എന്റെ പപ്പയ്ക്ക് ഷുഗറുണ്ട്. എന്റെ അനുഭവം എന്നോട് പറയുന്നു ഷുഗറാണ് എളുപ്പം വരാം. ഇതാണ് സത്യം. പക്ഷെ ഈ ഇങ്ങേര് പറഞ്ഞ ഐറ്റം എന്റെ അനുഭവത്തിലില്ല. ഞാൻ വിശ്വസിക്കണം. അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞത് കാഴ്ചയാലല്ല വിശ്വാസത്താൽ. നിങ്ങളെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് കാഴ്ചയാണ്. ഹല്ലേലൂയ. കാഴ്ച എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങളോട് പറയും, ഓരോ വട്ടവും പറയും ഇവൻ പറഞ്ഞതാ ശരി, ഇവൻ പറഞ്ഞതാ ശരി. കാരണം ഇവൻ പറയുന്നത് ലോകത്തിൽ എല്ലായിടത്തും ഇവന് സ്ഥാപിക്കാൻ പറ്റി. ഹല്ലേലൂയ. ഹോസ്പിറ്റൽ ഇവൻ സ്ഥാപിച്ചതാണ്, ലോൺ എടുക്കാനുള്ള കേന്ദ്രങ്ങൾ ഇവൻ സ്ഥാപിച്ചതാണ്, പിശാച് ഇതെല്ലാം സ്ഥാപിച്ചു. മരണം ഇവൻ സ്ഥാപിച്ചതാണ്. കൂടുതൽ 90% നടക്കുന്നതും അതായതുകൊണ്ട് നമുക്ക് ഇവനോട് പെട്ടെന്ന് കൂട്ടുവരും. ദൈവം പറഞ്ഞ വിശ്വസിക്കാൻ പാടാ.
പിശാച് പറയുന്നത് ഈസി ആയിട്ട് വിശ്വസിക്കും. നീ തട്ടിപ്പോന്ന് പറഞ്ഞാൽ ഈസിയാണ്. നിനക്ക് മരണമില്ല എന്നുള്ള ദൂതാ ഞങ്ങള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യു വിൽ നോട്ട് ഡൈ. വിശ്വസിക്കാൻ ബുദ്ധിമുട്ടല്ലേ? നമ്മൾ ഇമ്മോർട്ടാലിറ്റിയുടെ ആൾക്കാരാണ് ബ്രദറെ. നീ മരിക്കൂന്ന് പറഞ്ഞാൽ ആന്റി ഇപ്പൊ കയറിയത് പിടിക്കും. നീ നിനക്ക് മരണമില്ല എന്ന് പറഞ്ഞാൽ നീ ഒരു കള്ളം പറയുക. അപ്പൊ ദൈവത്തിന്റെ ദൂത് വാസ്തവത്തിൽ കള്ളമായി മാറി നമുക്ക്. അതുകൊണ്ട് നമ്മൾ ചർച്ചയിൽ പോകുന്നതിലും നമ്മൾ ശരിക്കും ദൈവത്തിന് കൈ കൊടുത്തിട്ടില്ല. ദൈവത്തിന് എന്ത് ചെയ്തിട്ടില്ല? ഈ ഷെയ്ക്കാൻഡ് കൊടുത്തില്ല നേരെ. ഹല്ലേലൂയ. ഈ വചനവുമായിട്ട് ശരിക്കും ഒന്ന് ഷെയ്ക്കാൻഡ് കൊടുക്കണം. ഹല്ലേലൂയ. ശരിക്കും ഒന്ന് ഷെയ്ക്കാൻഡ് കൊടുക്കണം. എല്ലാവരും പറഞ്ഞു, ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടിരുന്ന് ദൈവത്തിന്റെ പ്രവൃത്തിയെ വർണ്ണിക്കും. ആമേൻ പറഞ്ഞു. ഹല്ലേലൂയ പറഞ്ഞു. പത്രോസിനോട് ദൈവം പറഞ്ഞു കടൽമേൽ വരിക. ഉടനെ പിശാച് ഒരു കാറ്റടിപ്പിച്ചു. എന്തോ അടുപ്പിച്ചു? ഒരു കാറ്റടിപ്പിച്ചിട്ട് പറഞ്ഞു നീ മുങ്ങും. പത്രോസ് മുക്കുവനെ എക്സ്പീരിയൻസ് പ്രകാരം എന്തുവാ നല്ലത്, എന്തോ പെട്ടെന്ന് നടക്കാൻ പോകുന്നത്? മുങ്ങും. കാരണം കടലിന്മേൽ നടക്കുക എന്നുള്ളത് അവൻ കണ്ണ് കണ്ടിട്ടില്ല, അവന്റെ ചെവി ഇന്ന് വരെ കേട്ടിട്ടില്ല. അത് ഫസ്റ്റ് ടൈം ഒരാൾ ഫെയ്ത്തിൽ സ്ഥാപിച്ചെടുക്കണം. ഹല്ലേലൂയ. ഇന്നോട്ട് ഞാൻ നിങ്ങളോട് പറയുക, നിങ്ങൾ ഈ ദേശത്ത് പുതിയൊരു കൾച്ചർ കൊണ്ടുവരണം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നോ? ഈ ദേശത്ത് നിങ്ങൾ പുതിയൊരു കൾച്ചർ കൊണ്ടുവരണം. ഹോസ്പിറ്റല് കാണാത്ത വീട് നിങ്ങളുടെ വീടായിരിക്കണം. പുതിയൊരു കൾച്ചർ. എല്ലാവരും ഉറക്കെ പറഞ്ഞു, പുതിയൊരു കൾച്ചർ. നമ്മളെ നിയന്ത്രിക്കുന്നത് ഏതാണെന്നറിയാവോ? ബാലരാമപുരം കൾച്ചറാണ് നിയന്ത്രിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ പറയുമ്പം പറയും എന്നെ നിയന്ത്രിക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്. പക്ഷെ വാസ്തവത്തിൽ അല്ല. നിങ്ങളെ നിയന്ത്രിക്കുന്നത് ഈ ദേശത്തിന്റെ കൾച്ചറാണ്. മനസ്സിലാവുന്ന ആമീൻ പറ. ഈ ദേശം നിങ്ങളുടെ തലയിൽ ജനിച്ചപ്പോ തൊട്ട്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അമ്മയോട് പറയും, അമ്മ ഞാൻ രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ ഒരാൾ രക്ഷപ്പെടണമെങ്കിൽ അപ്പനെ അമ്മയെ അനുസരിക്കണമെന്നാ. പക്ഷെ ഞാൻ പറയുന്നത് അപ്പനും അമ്മയും എന്ന് നിങ്ങൾ അനുസരിക്കാതിരിക്കും അന്ന് നിങ്ങൾ രക്ഷപ്പെടും. ഇത് മർമ്മമാണ്. എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. നിന്റെ അപ്പനും എൻ്റെ അമ്മയ്ക്ക് പനി വരുമ്പോ മോളെ അത് ഇന്നതിൽ ചാലിച്ച് ഇന്നത് കുട്ടി, ഇതാണ് അമ്മ പഠിച്ചു വെച്ചിരിക്കുന്നത്. ഇതാണ് അമ്മ എനിക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ വളരെ ശ്രദ്ധിച്ചു കേട്ടോ. നീ മനുഷ്യനാണെങ്കിൽ നീ അപ്പനെ അമ്മയെ അനുസരിക്കണം. നീ ആത്മമനുഷ്യനാണെങ്കിൽ നീ അപ്പനും അമ്മയും പറയുന്നത് പെട്ടെന്ന് കയറി അനുസരിക്കരുത്. കാരണം അവര് പറയുന്നത് ബുദ്ധിയിൽ നിന്നാകാൻ സാധ്യത ഏറെയാണ്. കട്ടിയാണ് ഇപ്പൊ പറഞ്ഞത്, കട്ടിയാണ്. അമ്മച്ചി വിഷമം തോന്നല്ലേ? ഹല്ലേലൂയ. ഞാൻ രക്ഷപ്പെട്ടത് എങ്ങനെയാണെന്നറിയോ? എന്റെ അമ്മച്ചി മുതുമുത്തച്ചി ഇങ്ങനെ വന്ന ഒരു സാധനമുണ്ട്, അതിനെ ഞാനങ്ങ് പൊട്ടിച്ചു. ഹല്ലേലൂയ പറ. അതുകൊണ്ട് എന്ത് ചെയ്യരുത്? അമ്മ പറയുന്നത് കേൾക്കണം, നിങ്ങൾ കേൾക്കണം. ഹല്ലേലൂയ. പക്ഷെ നിങ്ങളൊരു ആത്മമനുഷ്യനാകുമ്പോൾ അമ്മ ചിലപ്പോൾ ജഡത്തിൽ ചിലത് പറഞ്ഞു തരും. ഉടനെ അമ്മയോട് പറയണം, അമ്മ അത് അമ്മ പോയി ആ അയൽവക്കക്കാരന് പറഞ്ഞുകൂട്, അവൻ അത് നല്ല ഉപദേശമാണ്. ഞാൻ ജീവിക്കുന്നത് അമ്മയുടെ ബുദ്ധി കൊണ്ടല്ല, ഞാൻ ജീവിക്കുന്നത് ആത്മാവ് കൊണ്ടാണ്. ഹല്ലേലൂയ. 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 യേശുവിന്റെ അമ്മ മറിയ ഒരു കാര്യം പറഞ്ഞു. യേശുവിന്റെ അമ്മ മറിയ മോൻ എന്തേലും പറഞ്ഞ അത് കേട്ടോ. അമ്മ പറയുന്നത് ഞാൻ അവന്റെ മുമ്പിൽ ഒന്നുമല്ല. ഇങ്ങനെ ചില അമ്മമാർ എഴുന്നേറ്റാൽ കുഴിവിള രക്ഷപ്പെട്ടു. അമ്മമാരും അമ്മച്ചിമാരുടെയും ബുദ്ധിയിലാണ് ഇത് എന്ത് ചെയ്യുന്നത്, ഓടിക്കുന്നത്. വീണാൽ എന്ത് ചെയ്യണം? പച്ചല വയ്ക്കണം. പൈസ ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? അപ്പുറത്തൊന്ന് പോയി ചോദിച്ചാടാ. പക്ഷെ യേശുവിന് ശിഷ്യന്മാർക്ക് ഒരു ദിവസം ടാക്സ് കൊടുക്കാൻ പൈസ ഇല്ല. യേശു പറഞ്ഞു മീൻ്റെ വയറ്റിൽ പോയി കൈയിടാൻ. അന്നുവരെ ഇല്ലാത്തൊരു കൾച്ചർ നീ ഉണ്ടാക്കിയെടുക്ക. മീൻ്റെ വയറ്റിൽ പോയി കൈയിടാൻ ഒരു അമ്മയും മുതുമുത്തച്ഛി നിനക്ക് പറഞ്ഞു തരത്തില്ല. പത്രോസിന്റെ അമ്മയോട് പോയി ചോദിച്ചിരുന്നെങ്കിൽ, അപ്പൊ അമ്മച്ചി ടാക്സ് അടക്കാൻ എനിക്ക് പൈസ ഇല്ല. എടാ അപ്പുറത്തെങ്ങാനും പോയി തെണ്ടടാ, അപ്പുറത്തെങ്ങാനും പോയി ചോദിക്കടാ. അല്ലേ പറയും പോയി
ചാകര ഉണ്ടോന്ന് നോക്കടാ. പക്ഷെ യേശു പറഞ്ഞു, നീ ഒരു മീനെ പിടിച്ച് വാ തുറക്ക്, നിന്റെ ടാക്സ് അതിൻ്റെ അകത്ത് ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞ നീ പുതിയ കൾച്ചറിലേക്ക് വരണം. ഇറ്റ് ഈസ് കോൾഡ് ദ മിറക്കിൾ കൾച്ചർ. അത്ഭുതത്തിന്റെ കൾച്ചറിലേക്ക് വരണമെങ്കിൽ നീ നിന്റെ അമ്മയുടെയും അപ്പന്റെയും ബുദ്ധിയുടെ നിയമങ്ങളിൽ നിന്ന് വെളിയിൽ വരണം. അവരാത്മാവിൽ എന്തെങ്കിലും പറഞ്ഞാൽ നീ അത് കേട്ടോണം. അല്ലേൽ യേശുവിന്റെ അമ്മ മറിയ പറഞ്ഞ പോലെ ഇവൻ ആത്മമനുഷ്യൻ, അവൻ എന്തേലും പറഞ്ഞാൽ അത് ചെയ്യും. വീഞ്ഞ് തീർന്നാൽ യേശുവിന്റെ അമ്മ മറിയയ്ക്ക് മാക്സിമം പറയാൻ പറ്റുന്നത്, ഇന്നത്തേക്ക് കല്യാണം നിർത്തിവെക്ക്, നമുക്ക് അടുത്ത ദിവസം അപ്പുറത്ത് കടയിൽ പോയി നോക്കാം. ഇനിയിപ്പോ കടയൊക്കെ അടച്ച് ഏകദേശം നൈറ്റായി, അടുത്ത ദിവസം നമുക്ക് വീഞ്ഞുണ്ടോ എന്ന് നോക്കാം. അല്ലെങ്കിൽ രണ്ടാമത്തെ ഉപദേശം മറിയയ്ക്ക് പറയാൻ പറ്റുന്നത്, ബാക്കിയുള്ള ആൾക്കാരെ പറഞ്ഞയക്ക്, അവരോട് പറ, അവരോട് താഴ്മയോടെ പറ, വീഞ്ഞ് തീർന്നു പോയി, വീഞ്ഞ് തീർന്നു പോയി, ക്ഷമിക്കണമേ എന്ന് പറഞ്ഞപ്പോ ഇതൊക്കെയാ മറിയയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ല ഉപദേശം. നീ നല്ലതിൽ ജീവിക്കരുത്, നീ ആത്മാവിൽ ജീവിക്കണം. നിങ്ങളെ തകർത്തത് എന്താണെന്നറിയോ? കൾച്ചർ. കൾച്ചർ നല്ലത് എന്ന് പറയുന്ന ഒരു കൾച്ചർ. നീ നല്ലത് ജീവിക്കാനല്ല ആത്മാവി ജനിച്ചത്, നല്ലതിന്റെ മുകളിൽ ജീവിക്കാനാണ്. ഹല്ലേലൂയ. തോട്ട്സ് ഒന്ന് മാറണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരുന്നോ മക്കളെ, നിങ്ങൾ വരേണ്ടത് സൂപ്പർ നാച്ചുറൽ എന്ന തോട്ടിലേക്കാണ്. രോഗമില്ല അതിൻ്റെ അകത്ത്, ഒരു ദുഃഖം പോലും ഇല്ല, ഒരു ദാരിദ്ര്യം പോലും ഇല്ലാത്ത ദൈവരാജ്യ അനുഭവത്തിലേക്ക് നമ്മൾ കൊണ്ടുവന്നിരിക്കുകയോ ദൈവം നമ്മളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ഭാവന കണ്ടോണം, ഇത് ഭാവന കണ്ടോണം. ഞാൻ കൊടുക്കും, ഞാൻ വായ്പ ഇത് നിങ്ങളൊന്ന് ഭാവന കണ്ടു നോക്കിയേ. നിങ്ങളുടെ ആവശ്യത്തിന് ഒരു ദിവസം മുൻപ് നിങ്ങളുടെ വീട്ടിൽ പൈസ വരും. ഹല്ലേലൂയ. ചിന്തകളെ ഒന്ന് പുതുക്കാൻ ദൈവാത്മാവ് പറയുക, തോട്ടുകളെ ഒന്ന് റിന്യൂ ചെയ്യാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയുക. നിങ്ങളുടെ സിറ്റുവേഷൻ മാറുന്നത് നിങ്ങളുടെ ചിന്തകൾ മാറുമ്പോഴാണ്. ഇപ്പൊ എന്റെ വായിൽ ഒരു മർമ്മം വന്നു. നിങ്ങളുടെ സിറ്റുവേഷൻ മാറുന്നത് ചിന്തകൾ മാറും. പക്ഷെ നിങ്ങളുടെ തലയിലുള്ള കാര്യം ഞാൻ പറയാം, ദൈവം പ്രവർത്തിക്കുമ്പോഴാണ്. നിങ്ങളുടെ തലയിലുള്ള ചിന്ത എന്തുവാ? എപ്പോഴാണ് എന്റെ സിറ്റുവേഷൻ മാറുന്നത്? ദൈവം പ്രവർത്തിക്കുമ്പോൾ. ബ്രദറെ, ദൈവം പ്രവർത്തിക്കാനായിട്ട് പ്രാർത്ഥിക്കണം. പക്ഷെ ഞാൻ പറയുന്നു, നിങ്ങളുടെ സിറ്റുവേഷൻ ഇതിൽ യേശുവിനെ വിശ്വസിക്കുന്നവർ കൈ ഉയർത്തിക്കുക. യേശുവിനെ വിശ്വസിക്കാത്തവർക്ക് വേറൊരു വചനം, നിങ്ങൾക്ക് വേറൊരു വചനമാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ മാറുന്നത് ദൈവം പ്രവർത്തിക്കുമ്പോഴല്ല, കാരണം ഇനി ദൈവത്തിന് പ്രവർത്തിക്കാനില്ല. മർമ്മം മനസ്സിലാകുന്നവർ ആമീൻ പറ. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ ഇല്ല. ദൈവം പ്രവർത്തിച്ചു എന്ന് നിങ്ങൾ അറിഞ്ഞാൽ മതി. നമ്മളെന്തോ കേൾക്കുന്നേ? ദൈവം പ്രവർത്തിക്കും മക്കളെ. ഒരു കണക്കിന് ശരിയാ, പക്ഷെ അല്പം തെറ്റ് അതിന്റെ അകത്തുണ്ട്. കാരണം നിങ്ങൾ വീണ്ടും ജനിച്ചപ്പോ ദൈവം പ്രവർത്തിച്ചു കഴിഞ്ഞു. വീണ്ടും ജനിച്ചപ്പോ ഇവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ചു കഴിഞ്ഞു. പക്ഷെ പിശാച് ഒരു തോട്ട് തലയിൽ ഇട്ടിരിക്കുക, ദൈവം ഇനി പ്രവർത്തിക്കണം. അതിന് ഇവർക്ക് പിശാചും ചർച്ചകളും ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തു. നിലവിളിച്ചോ, അലറിക്കോ, യേശുവേ കരുണ തോന്നണമേ. ഹല്ലേലൂയ. യേശുവിന് കരുണ തോന്നിയാ നീ രക്ഷപ്പെട്ടത്, രക്ഷിക്കപ്പെട്ടത്. ആമീൻ പറ. എല്ലാവരും പറ, എന്നോട് കരുണ തോന്നി. ഇനിയും തോന്നേണ്ട ആവശ്യമില്ല. ഒരിക്കൽ തോന്നിയാ തോന്നിയതാ. എന്റെ യേശുവിന് ഒരിക്കൽ കരുണ തോന്നിയാൽ നിന്നോട് ദൈവത്തിന് കരുണ തോന്നി കഴിഞ്ഞു. ഇനി കരുണ തോന്നണമേ എന്ന് എന്ത് ചെയ്യരുത്? പ്രാർത്ഥിക്കരുത്. ബൈബിളിൽ വാക്യമില്ലേ കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിച്ച വാക്യങ്ങൾ ബൈബിളിലില്ലേ? ബർത്തിമായി പ്രാർത്ഥിച്ചില്ലേ? ബർത്തിമായി ആദ്യത്തെ ദിവസമാണ് പ്രാർത്ഥിച്ചത്.
രണ്ടാമത്തെ ദിവസം പ്രാർത്ഥിക്കരുത്. ആദ്യത്തെ ദിവസം നിനക്ക് പ്രാർത്ഥിക്കാം, യേശുവേ എന്നോട് കരുണ തോന്നണമേ. നിങ്ങളുടെ ആദ്യത്തെ ദിവസം അല്ലാത്ത സ്ഥിതിക്ക് ഇനി ആ പ്രാർത്ഥന നിർത്തണം. ഇന്ന് വീട്ടിൽ ചെന്നിട്ട് പറയണം, യേശുവേ എന്നോട് കരുണ തോന്നിയതിന് നന്ദി. ഹല്ലേലൂയ പറഞ്ഞേ, നല്ലൊരു ആമീൻ പറഞ്ഞേ. യേശുവേ എന്നോട് കരുണ തോന്നിയതിന് നന്ദി. 3 വട്ടം പറയാവോ? യേശുവേ എന്നോട് കരുണ തോന്നി കഴിഞ്ഞതിന് നന്ദി. ഹല്ലേലൂയ. യേശുവേ എന്നെ വിടുവിച്ചതിന് നന്ദി. യേശുവേ എന്നെ ആമേൻ സൗഖ്യമാക്കിയതിന് നന്ദി. എന്നെ ഉയർത്തിയതിന് നന്ദി. എന്നെ മാനിച്ചതിന് നന്ദി. ഹല്ലേലൂയ. ഇവർക്ക് മനസ്സിലാകുന്നുണ്ട്? വിടുവിക്കണമേ, രക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥന ഇന്ന് നിർത്തണം. ഹല്ലേലൂയ. വിടുവിച്ചതിന് നന്ദി. ഹല്ലേലൂയ. രക്ഷിച്ചതിന് നന്ദി. ഹല്ലേലൂയ പറഞ്ഞേ. അങ്ങനെ നമ്മുടെ പ്രാർത്ഥന നമ്മൾ ടേൺ ചെയ്യാൻ പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ ആത്മമനുഷ്യനെ എന്റെ ദൈവം രക്ഷിച്ചു കഴിഞ്ഞു. ഓ ഹല്ലേലൂയ. നിങ്ങളുടെ ആത്മമനുഷ്യനെ ദൈവം രക്ഷിച്ചു കഴിഞ്ഞു. ബാക്കി രക്ഷ എന്ത് ചെയ്യണമെന്നറിയോ? നിങ്ങൾ പ്രവർത്തിച്ച് വെളിയിലെടുക്കണം. ദൈവത്തിന്റെ കയ്യിലല്ല നിങ്ങളുടെ രക്ഷ, നിങ്ങളുടെ കയ്യിലാണ്. നല്ലൊരു ആമീൻ പറ. ദൈവത്തിന്റെ കയ്യിലല്ല ഇനിയുള്ള രക്ഷ. ദൈവം നിങ്ങളുടെ ആത്മാവിനെയാണ് രക്ഷിക്കുന്നത്. ബാക്കി രക്ഷ ആത്മാവിൽ നിന്ന് നിങ്ങളുടെ ചിന്തയിലൂടെ, നിങ്ങളുടെ മനസ്സിന്റെ സഹകരണത്തിലൂടെ നിങ്ങൾ പുറത്തെടുക്കുകയാണ്. ആമീൻ പറ. ഹല്ലേലൂയ പറ. എല്ലാവരും പറഞ്ഞ, രക്ഷിക്കപ്പെട്ടപ്പോൾ ഞാൻ രക്ഷപ്പെട്ടു. ഉറക്കെ പറ, ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ ഞാൻ രക്ഷപ്പെട്ടതാ. പക്ഷെ ഇപ്പോഴും പിശാച് എന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നത് രക്ഷിക്കണമെന്നാ. അപകടം പിടികിട്ടിയോ? പിശാച് എന്തോ പ്രാർത്ഥിപ്പിക്കുന്നേ? കുഞ്ഞുങ്ങൾക്ക് കറക്റ്റായിട്ട് മർമ്മങ്ങൾ മനസ്സിലാവും. ഇത്രയും ലിസൺ ചെയ്യുന്ന കുഞ്ഞുങ്ങളെ ഞാൻ ആദ്യമായിട്ട് കാണുക. ഹല്ലേലൂയ. ഞാൻ അതിശയിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥന രക്ഷിക്കണമേ. എല്ലാം ഒന്നുകൂടെ പറഞ്ഞ്, ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോ ഞാൻ രക്ഷപ്പെട്ടു. ബ്രദറെ ചുമ്മാ കള്ളം പറയാതെ. ബ്രദറെ, ഞാൻ രക്ഷിക്കപ്പെട്ടതേ ഉള്ളൂ, ഇതുവരെ രക്ഷപ്പെട്ടിട്ട് ഇല്ല. ബ്രദർ കള്ളം പറയൂ. അങ്ങള് ചിരിക്കുന്നു. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ടു, പക്ഷെ രക്ഷപ്പെട്ടില്ല. അവിടെയാണ് മർമ്മം. ഫിലിപ്പിയ ലേഖനം, ഒറ്റ വാക്യം. എന്റെ ബൈബിളില്ലേ? ഫിലിപ്പിയ ലേഖനം. ഇത് എന്റെ ബൈബിൾ അല്ലല്ലോ. ഓക്കെ കുഴപ്പമില്ല. ഫിലിപ്പിയ ലേഖനം 2:19 ഒന്ന് വായിച്ചു നോക്കി. എന്റെ ബൈബിൾ കൂടെ ഇങ്ങ് എടുക്കുക, കാറിൽ. ഫിലിപ്പിയ ലേഖനം ഒന്ന് വായിച്ചു ഒരാളൊന്ന്. അയ്യോ അതല്ല, ഒരു മിനിറ്റ് ഞാൻ നോക്കിക്കോട്ടെ. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 12-13 മൈക്കിൽ കൂടെ. 12-13. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. ഫിലിപ്പിയർ 2-ന്റെ ഒരു മിനിറ്റ് മൈക്കിൽ കൂടെ വായിക്കും. ഫിലിപ്പിയർ 2-ന്റെ 12-13. അതുകൊണ്ട് പ്രിയമുള്ളവരെ
നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. ഇത് ഭയങ്കര ഒരു സംശയം ഉണ്ടാക്കിയ വചനമാണ്. രക്ഷയ്ക്കായിട്ട് നമുക്ക് പ്രവർത്തിക്കണോ? ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേട്ടെ, അതിന്റെ അർത്ഥം പറഞ്ഞു തരാൻ പോവാ. നിങ്ങളുടെ ആത്മമനുഷ്യനെ ദൈവം രക്ഷിച്ചു. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ രക്ഷിക്കപ്പെട്ട മിനിറ്റ് മുതൽ നിങ്ങളുടെ ജീവിത അവസാനം വരെ രാജാവായി, ദൈവപുത്രനായി, ആത്മമനുഷ്യനായി ജീവിക്കാനുള്ളതെല്ലാം നിങ്ങളുടെ ആത്മമനുഷ്യനിൽ സ്റ്റോക്ക് ചെയ്തു. നിങ്ങളുടെ ആത്മമനുഷ്യൻ ഒരു ഗോഡൌൺ ആണ്. എന്താണ്? ഗോഡൌൺ. എല്ലാവരും പറഞ്ഞു, എന്റെ ആത്മമനുഷ്യൻ, എന്റെ രക്ഷിക്കപ്പെട്ട ആത്മമനുഷ്യൻ, എന്റെ രക്ഷിക്കപ്പെട്ട ആത്മമനുഷ്യൻ ഒരു വലിയ സ്വർഗത്തിന്റെ ഗോഡൌൺ ആണ്. ഒരു സ്വർഗത്തിന്റെ ഗോഡൌൺ ആണ്. ഹല്ലേലൂയ. അതിന്റെ അകത്ത് എന്തൊക്കെ ഇരിപ്പുണ്ടെന്നറിയാമോ? നിങ്ങൾക്ക് ആ നിമിഷം മുതൽ ദൈവപുത്രനായി, രാജാവായി ജീവിക്കാനുള്ളതെല്ലാം ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. ഇപ്പം എന്റെ പപ്പ എനിക്ക് വേണ്ടി ഒരു വീട് എന്റെ പേരിൽ ഓൾറെഡി എഴുതിയിട്ടിട്ടുണ്ട്. എന്റെ പപ്പ അംബാനി ആണെന്നിരിക്കട്ടെ, ഞാൻ ജനിക്കുന്നതിന് മുൻപേ അംബാനി എന്തൊക്കെ എന്റെ പേരിൽ എഴുതും? ഹല്ലേലൂയ. മിനിമം ഒരു റിലയൻസിന്റെ കമ്പനി എഴുതും, അല്ലേ? ഓൾറെഡി എഴുതി ഇട്ടേക്കുവാ. ഒരു മിനിമം 5 കാർ എന്റെ പേരിൽ എഴുതി ഇട്ടേക്കുവാ. ഹല്ലേലൂയ. ഞാൻ ജനിക്കുന്നതിന് മുമ്പേ ഞാൻ പോകേണ്ട സ്കൂള്, ഏറ്റവും ഉയർന്ന വാഹനങ്ങള്, വാച്ചുകള്, അവരൊക്കെ കിട്ടുന്ന 5 കോടിയുടെ വാച്ചൊക്കെ, 5 കോടിയുടെ വാച്ചൊക്കെ മോൻ ജനിക്കുന്നതിന് മുമ്പേ വാച്ച് റെഡിയാ. ഹല്ലേലൂയ. അംബാനിയുടെ മോൻ ഓടിക്കണ്ടേ 10 കോടിയുടെ കാറ് റെഡിയാ. ഹല്ലേലൂയ. മോൻ ജനിക്കുന്നതിന് മുമ്പ് അടുത്ത 10 വർഷം ഇടാനുള്ള ഉടുപ്പുകൾ അലമാരിയിൽ സ്റ്റോക്കാ. ഹല്ലേലൂയ. ഇനി ഞാൻ കാറിന്റെ വിഷയം മാത്രം ഒന്ന് എടുക്കാൻ പോവാ. കാറിന്റെ വിഷയം, അംബാനിയുടെ മോൻ ഓടിക്കേണ്ട കാറ് അംബാനി റെഡിയാക്കി ഇട്ടിരിക്കുക. പക്ഷേ മോൻ LKG-യിലായിരിക്കുമ്പോ കാറ് കൊടുക്കും അംബാനി മോന്റെ കയ്യില്? അത്രേ ഉള്ളൂ പ്രശ്നം. എല്ലാരും പറഞ്ഞു, ഞാൻ LKG വിട്ടാ മുഴുവൻ എന്റേതാ. ഹല്ലേലൂയ. ഇത് മുഴുവൻ ഗോഡൌണിൽ കിടക്കുക. എല്ലാരും പറഞ്ഞു, ഇത് ഗോഡൌണിൽ കിടക്കുക. എവിടെ? സ്പിരിറ്റ് ഗോഡൌൺ. നിങ്ങൾ ഏത് ഗോഡൌണാ? സ്പിരിറ്റ് ഗോഡൌൺ. നിങ്ങളുടെ സ്പിരിറ്റിനെ എക്സ്റേ എടുത്താൽ മുളങ്ങി തുമിയും കൂടെ വാ, തലയില് തുണിയൊക്കെ അവിടെ ഇട്ടിട്ട് അല്ലെങ്കിൽ കിടന്നോട്ട്. ഇപ്പൊ ഇവർ 2 ആത്മമനുഷ്യരാണ്. നീക്ക് ഇത് അല്ല, ഇതൊരു ആത്മമനുഷ്യനും ഇതൊരു ജഡമനുഷ്യനുമാണെന്നിരിക്കട്ടെ. എന്ന് പറഞ്ഞ യേശുവിനെ അറിയാത്ത മനുഷ്യൻ. ഹല്ലേലൂയ. ഒരാളും കൂടെ വേണം. മോനെ വാ, അല്ല ഇപ്പുറത്ത് വാ. ഓക്കെ, ഇത് ആത്മമനുഷ്യൻ, ഇത് ജഡമനുഷ്യൻ, ഇത് പ്രാകൃത മനുഷ്യൻ. ക്യാമറയിൽ വരണേ അതൊക്കെ. 3 പേരുണ്ട്. ഇവരെ സൂം ചെയ്തു. ഇത് ആത്മമനുഷ്യൻ, ഇത് ജഡമനുഷ്യൻ, ഇത് പ്രാകൃത മനുഷ്യൻ. ഹല്ലേലൂയ. ആരാണ് പ്രാകൃത മനുഷ്യൻ? യേശുവിനെ അറിഞ്ഞൂടാ. ഇവനെ യേശുവിനെ അറിഞ്ഞൂടാ. ഇതാരാണ്? ജഡമനുഷ്യൻ. യേശുവിനെ അറിയാം, പക്ഷെ തരികിടയാണ്. ഇതാണ് ജഡമനുഷ്യൻ. ആത്മമനുഷ്യൻ ആരാണ്? യേശുവിനെ അറിയാം, ആത്മാവിൽ ജീവിക്കുന്ന ആള്. ഓക്കെ, കിട്ടിയില്ലെങ്കിൽ ഒന്നുകൂടെ പറയാം. ഇവന്റെ പേര് ഇതൊക്കെ ബൈബിളിലുണ്ടോ ബ്രദറെ? 1 കൊരിന്ത്യർ 1, 2, 3 എടുത്ത് വായിച്ചാൽ മതി. ഇത് പ്രാകൃത മനുഷ്യൻ. യേശുവിനെ പരിചയമില്ല, യേശുവിനെ കേട്ടിട്ട് പോലുമില്ല. കേട്ടിട്ടുണ്ടായിരിക്കും, പക്ഷെ ഒരു ബന്ധവും ഇല്ല. ഇത് ചർച്ചിൽ പോന്ന പുള്ളിയാ. ജഡിക മനുഷ്യൻ. ജഡിക മനുഷ്യൻ എവിടെ പോന്ന? ചർച്ചിൽ പോന്ന പുള്ളിയാണ്, പക്ഷെ ശിശു ആണെന്നാ എഴുതിയിരിക്കുന്നത്. ശിശു. എന്തുവാ? ശിശു. ആത്മാവിൽ ശിശുക്കളോടെന്ന പോലെ. ഇത് ആത്മമനുഷ്യൻ. പക്വതയായി വളർന്നു, ഹൈറ്റ് കൂടി, വെയിറ്റ് കൂടി. ഹല്ലേലൂയ. ഇവൻ പ്രാകൃത മനുഷ്യനാണ്. ഇവൻ ജനിച്ചത് ദരിദ്രനാണെങ്കിൽ ഇവൻ മരിക്കുന്നതും ദരിദ്രനായിട്ടായിരിക്കും ഏകദേശം. കാരണം ഇവന്റെ ആത്മാവിൽ
ദൈവം പ്രത്യേകിച്ച് ഒരു സ്റ്റോക്കും ഇട്ടിട്ടില്ല. ഇവന്റെ കഴിവും ഇവന്റെ അപ്പനും അമ്മയും ഇവൻ എന്തെങ്കിലും ഉണ്ടാക്കിയെങ്കിൽ അതാണ് ഇവൻ. ഇവന്റെ അപ്പനും അമ്മയ്ക്കും BP ഉണ്ടെങ്കിൽ ഇവന് BP വരും. ഇവന്റെ അപ്പനും അമ്മയ്ക്കും 1 കോടി ഉണ്ടെങ്കിൽ ഇവന് 1 കോടി ഉണ്ട്. അവര് ദരിദ്രനാണെങ്കിൽ ഇവനും ദരിദ്രനാ. ഇത്രയുള്ള ഇവന്റെ കപ്പാസിറ്റി. പക്ഷേ ഇവർ രണ്ടുപേരെ ശ്രദ്ധിക്കണം. ഇവർ രണ്ടുപേരുടെ അകത്തും ആത്മാവ് വന്നവരാണ്. എന്താണ്? ആത്മാവ് വന്നതുകൊണ്ട് ഇവരുടെ അകത്ത് രണ്ടുപേരുടെ അകത്തും സ്പിരിറ്റ് ഗോഡൌണുകളുണ്ട്. എന്തുണ്ട്? സ്പിരിറ്റ് ഗോഡൌണുകളുണ്ട്. സ്പിരിറ്റ് ഗോഡൌണുകൾ. ഹല്ലേലൂയ. ആ നിമിഷം മുതൽ ഇവർക്ക് രണ്ടുപേർക്കും അസാധാരണമായിട്ട് ആത്മാവിൽ രാജാവായിട്ട് ജീവിക്കാൻ പറ്റും. ഹല്ലേലൂയ. പക്ഷേ ഇദ്ദേഹം രക്ഷിക്കപ്പെട്ടു. പക്ഷെ രക്ഷിക്കപ്പെട്ടിട്ട് ആത്മാവിൽ വളർന്നില്ല. അമ്മ 1 കൊരിന്ത്യർ 3:1. ഞാൻ ചുമ്മാ പറയുന്നെന്ന് അവര് ചിന്തിക്കുന്നുണ്ടേ. ബ്രദർ ഇതൊന്നും ബൈബിളിലില്ല, ചുമ്മാ ഓക്കെ. 1 കൊരിന്ത്യർ 3:1. 1 കൊരിന്ത്യർ 3. എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീയന്മാരോട് എന്ന പോലെ അല്ല, ജഡികന്മാരോടെന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോടെന്ന പോലെ അത്രേ മതി. ജഡികന്മാർ ആരാണ്? ക്രിസ്തുവിൽ ശിശു ആയവരോടെന്ന പോലെ അത്രേ സംസാരിക്കാൻ കഴിഞ്ഞുള്ളൂ. ഇവർ രണ്ടുപേരില്ലാത്ത എന്തുകൊണ്ട്? ആത്മാവുണ്ട്. പക്ഷെ ഇയാള് പൊക്കം വെച്ചില്ല, വണ്ണം വെച്ചില്ല, ശിശുത്വത്തിൽ തുടർന്നു. അകത്ത് വലിയ ഗോഡൌൺ കിടപ്പുണ്ട്, ആത്മാവിന്റെ ഗോഡൌൺ. പക്ഷെ ഇത് എടുക്കാൻ പറ്റത്തില്ല. കാരണം അംബാനിയുടെ മോൻ LKG-യിലായിരിക്കുമ്പോ അംബാനി ജന്മം പോയാലും പുള്ളിയുടെ കാർ എന്ത് ചെയ്യത്തില്ല, കൊടുക്കത്തില്ല. കൊടുത്താ കൊണ്ട് ഇടിച്ച് തകർക്കും. ഹല്ലേലൂയ. അംബാനിയുടെ മോന് LKG-യിലായിരിക്കുമ്പോ റിലയൻസ് കമ്പനിയുടെ ചാവി എന്ത് ചെയ്യത്തില്ല, ജിയോ കമ്പനിയുടെ ചാവി എന്ത് ചെയ്യത്തില്ല, കൊടുക്കത്തില്ല. പുള്ളി ആ കമ്പനിയെ റൺ ചെയ്യാൻ പുള്ളിക്ക് പ്രായമായിട്ടില്ല, അതുകൊണ്ടാ. പക്ഷെ അവന്റെ പേരിൽ എഴുതിയിട്ടിട്ടുണ്ട്. അവന് 18 വയസ്സാകുമ്പോ മോനെ ഇങ്ങ് അടുത്ത് വിളിക്കും, മോനെ ഞാൻ നിന്റെ പേരിൽ ഇന്നതൊക്കെ എഴുതിയിട്ടിട്ടുണ്ട്, എന്നാ ചാവി. ഹല്ലേലൂയ. ആ വീട്ടുമുറ്റത്ത് കിടക്കുന്ന ആ വണ്ടി ഇനി നിനക്ക് ഓടിക്കാം. അത്രേ ഉള്ളു വ്യത്യാസം. ഇവർ രണ്ടുപേരും രക്ഷിക്കപ്പെട്ടു. പറഞ്ഞേ, രണ്ടുപേരും മക്കളാണ്. ഹല്ലേലൂയ. പക്ഷെ ഒരാള് വചനത്തോടൊപ്പം ഇരുന്ന് വചനം കേട്ട് ആത്മാവിൽ അന്യഭാഷ പറഞ്ഞ് ഇദ്ദേഹം വളർന്നു. വളർന്നപ്പോൾ സ്പിരിറ്റിൽ കിടക്കുന്നത് വെളി വന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇനി ദൈവം അല്ല നിങ്ങളെ രക്ഷിക്കുന്നത്. ഈ സത്യം ഇന്നെങ്കിലും നിങ്ങൾ അറിയണം. എല്ലാ കൺവെൻഷനും പോയിട്ട് ദൈവം നിങ്ങളെ രക്ഷിക്കുന്നു, ദൈവം നിങ്ങളെ കൈയടിച്ച് ഏറ്റെടുത്തോ. എടാ, കൈയടിച്ച് ഓൾറെഡി 5 വർഷം മുമ്പ് നീ ഏറ്റെടുത്തതാ. ഇനി നിന്റെ അകത്തുനിന്ന് ഇതിനെ വെളിയിൽ കൊണ്ടുവരാൻ പഠിച്ചാ മതി. ഹല്ലേലൂയ പറഞ്ഞേ. എല്ലാരും പറഞ്ഞേ, ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ ഞാൻ രക്ഷപ്പെട്ടു. ഇന്നത് തീർപ്പായിരിക്കണം. എല്ലാരും ഒന്നുകൂടെ പറഞ്ഞു നോക്കിയാൽ, ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ ഞാൻ രക്ഷപ്പെട്ടു. ഇത് മുഴുവൻ സ്പിരിറ്റിന്റെ അകത്ത് കിടക്കുക. ഹല്ലേലൂയ. അപ്പനുമായിട്ടുള്ള ബന്ധത്തിൽ, വചനവുമായിട്ടുള്ള ചിന്തയിൽ ഇത് അറിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നറിയാമോ? ഇത് വെളിയിലേക്ക് ഒഴുകും. നിങ്ങളുടെ സ്പിരിറ്റിൽ കിടക്കുന്ന കാറോ സ്കൂട്ടറോ, എക്സാമ്പിൾ പറഞ്ഞ കാറ് സ്കൂട്ടർ മാത്രമല്ല, ആത്മീയമായതും ഭൗതികമായതും എല്ലാം മനുഷ്യനിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ജനിച്ചത് ദരിദ്രനായിട്ടായിരിക്കാം, പക്ഷെ ആത്മാവിൽ കോടികൾ കിടപ്പുണ്ട്. ഹല്ലേലൂയ. യേശു ആരാ? യേശുവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് എന്തുവാ? തല ചായ്ക്കാൻ പോലും ഇടവില്ല. യേശുവിനെ കുറിച്ച് എല്ലാവരും എന്തുവാ പ്രസന്റ് ചെയ്തിരിക്കുന്നത്? ദരിദ്രൻ. കാരണം എവിടാ ജനിച്ചത്? പശുവിന്റെ തൊഴുത്തിൽ അല്ലേ? യേശു ആരാ? ദരിദ്രൻ. അതുകൊണ്ട് നമ്മൾ ആരാകണം? ദരിദ്രനിൽ ദരിദ്രനാകണം. ഇതാണ് നമ്മുടെ സുവിശേഷം എന്ന്. പക്ഷെ എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. ഹല്ലേലൂയ. യേശുവിന്റെ കൂടെ നടന്നവർ തെണ്ടി തിരിഞ്ഞതായിട്ട് ഞാൻ വാക്യം കണ്ടില്ല.
ഹല്ലേലൂയ. യേശുവിന്റെ കൂടെ ഉള്ളവർക്ക് ടാക്സ് അടയ്ക്കാൻ ബുദ്ധിമുട്ടിയതായിട്ട് ഞാൻ കണ്ടില്ല. യേശുവിന്റെ കൂടെ നടന്നവർ വിശന്നിരുന്നതായിട്ട് ഞാൻ കണ്ടില്ല. യേശു തെണ്ടിത്തിരിയുന്നതായിട്ട് ഞാൻ കണ്ടില്ല. യേശു ഓഡിറ്റോറിയം ബുക്ക് ചെയ്യാൻ കഷ്ടപ്പെടുന്നത് പോലും ഞാൻ കണ്ടില്ല. എല്ലാം ക്ലിയർ ആക്കാം. ഒരു ദിവസം 5000 പേരുള്ള ഒരു മീറ്റിംഗ്, പുരുഷന്മാര് മാത്രം. യേശു ആരാ? ദരിദ്രൻ അല്ലേ? നമ്മളെങ്ങനെ പഠിപ്പിച്ച അങ്ങനെ തന്നെ വെച്ചോണം കേട്ടോ. യേശു ദരിദ്രൻ. 5000 പുരുഷന്മാര് മാത്രമുണ്ട്, സ്ത്രീകളും കുട്ടികളും കൂടെ ചേർത്ത് 20,000 പേര് മിനിമം കാണും. 20,000 പേരുടെ മീറ്റിംഗ് നടത്തി അപ്പോ മീനും കൊടുക്കുന്ന ആള് ദരിദ്രനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹല്ലേലൂയ. ലാസ്റ്റ് അന്ത്യത്താഴം കഴിക്കാൻ, ഹല്ലേലൂയ, നമ്മുടെ ഇന്നത്തെ അൽസാജ് കൺവെൻഷൻ സെന്റർ ആണ്. നമ്മുടെ ഇവിടുത്തെ ഏതാ? ഗിരിദീപം. നിങ്ങൾക്ക് ഏതാ അറിയാവുന്ന കൺവെൻഷൻ സെന്റർ? ഇവിടെ ഏതുണ്ട് കൺവെൻഷൻ സെന്റർ? ബാലരാമപുരത്തില്ല. നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള 2 ലക്ഷം രൂപയുടെ കൺവെൻഷൻ സെന്റർ ഉണ്ട്, ഗിരിദീപം എന്ന് പറയും. ഏതാണ്? അല്ലെങ്കിൽ അൽസാജ് കൺവെൻഷൻ സെന്റർ പോലെ അന്നൊരു കൺവെൻഷൻ സെന്റർ ഉണ്ട്, മാളികമുറി. പറഞ്ഞു ഒരാൾ അങ്ങോട്ട് നടന്നു പോകും, ശിഷ്യന്മാരെ നിങ്ങൾ ചുമ്മാ പുള്ളിയെ പോയി തട്ടണം. പുള്ളി ഉടനെ മാളികമുറി ബുക്ക് ചെയ്തു ഫ്രീ ആയിട്ട്. അപ്പം എൻ്റെ യേശു അന്ത്യത്താഴം കഴിച്ചത് റോഡിലല്ല, ടോപ്പ് ക്ലാസ് 5 സ്റ്റാർ സൗത്ത് പാർക്ക് ഹൈസിന്ത് ഹോട്ടലിലാണ്. നിങ്ങൾ പറയുന്നത് കയ്യിൽ പൈസ ഇല്ലെന്നാണ്. കാരണം അടുത്ത വാക്യമുണ്ട് നമുക്ക്, 2 പൊക്കണവും 2 ചെരുപ്പും 2 പേഴ്സും 2 വടിയും എന്ത് ചെയ്യരുത് കൊണ്ടുപോലെ തെണ്ടി തിരിഞ്ഞ് എങ്ങനെ പൊക്കോണം? 5 പൈസ എടുക്കാതെ പൊക്കോണം. ഇത് വായിച്ചിട്ട് നമ്മൾ എന്തോ പറഞ്ഞു? യേശുവും ശിഷ്യന്മാരും ദരിദ്രന്മാരാണ്. കാരണം എന്നാ യേശു പറഞ്ഞത്? 2 ഉടുപ്പ് എടുക്കരുത്, തെണ്ടി തിരിഞ്ഞോണം. ശിഷ്യന്മാരെ, സുവിശേഷ വേലയാണെങ്കിൽ ജോഷ് ബ്രദറെ തെണ്ടി തിരിഞ്ഞോണം, അതാണ് ഐഡന്റിറ്റി. ഇങ്ങനെ നല്ല ഉടുപ്പൊന്നും ഇടരുത്, ജീൻസ് പാറ്റോ കീറിയ ഉടുപ്പ് ഇടാവും. പക്ഷെ എനിക്ക് പിന്നെ ഒരു സംശയം, ആ സംശയത്തിന് ഉത്തരം ഞാനൊന്ന് പറയാൻ പോവാ. ലൂക്കോസ് എടുക്കുക. ലൂക്കോസിന്റെ സുവിശേഷം 22:36. ഇരുന്നു 22:36. എല്ലാരും ഒന്ന് എടുത്തേ. ലൂക്കോസ് 22:36. 22:36. ലൂക്കോസ് 22:36. അവൻ അവരോട് എന്നാൽ ഇപ്പോൾ മടിശീലയുള്ളവൻ അത് എടുക്കട്ടെ, അവണ്ണം തന്നെ പൊക്കണമുള്ളവനോ ഇല്ലാത്തവനോ തന്റെ വസ്ത്രം വിറ്റ് വാൾ കൊള്ളട്ടെ. സോറി 35. പിന്നെ അവൻ അവരോട് ഞാൻ നിങ്ങളെ മടിശീലയും പൊക്കണവും ചെരുപ്പും കൂടാതെ അയച്ചപ്പോൾ വല്ല കുറവും നിങ്ങൾക്കുണ്ടായോ എന്ന് ചോദിച്ചതിന് ശിഷ്യന്മാർ ഒരു കുറവും ഉണ്ടായില്ല എന്നവർ പറഞ്ഞു. മടിശീലയും പൊക്കണവും എന്ന് പറഞ്ഞ പേഴ്സ്, ഉടുപ്പ്, ചെരുപ്പ് ഒന്നും ഇടാതെ അയച്ചെന്ന് മത്തായി 10 നമ്മൾ വായിച്ചിട്ട് നമ്മൾ കേട്ട പ്രസംഗം എന്താണ്? സുവിശേഷ വേലയാണോ തെണ്ടി തിരിഞ്ഞോണോ? ഇതൊക്കെ കേട്ടാണ് ഞങ്ങൾ വളർന്നത്. ഒരു ദിവസം കർത്താവ് എന്നോട് പറഞ്ഞു, മോനെ ലൂക്കോസും കൂടെ ഒന്ന് പഠിക്കാൻ പറഞ്ഞു. ലൂക്കോസ് പഠിച്ചപ്പോഴാണ് ഇത് ഞാൻ കാണുന്നത്. പൊക്കണവും ചെരുപ്പും ഇല്ലാതെ അയച്ചപ്പോ തെണ്ടി തിരിഞ്ഞെന്നല്ല, വല്ല കുറവും നിങ്ങൾക്കുണ്ടായോ? ഒരു കുറവും ഉണ്ടായി. എന്താണ് പറഞ്ഞു വരുന്നത്? ശ്രദ്ധിച്ചു. നിങ്ങളുടെ ഭൗതികത്തിൽ പേഴ്സ് നിനക്ക് വേണ്ട, ബാങ്ക് ബാലൻസ് വേണ്ട, പക്ഷെ നീ ആത്മാവിൽ രാജാവാണെങ്കിൽ ആത്മാവ് നിന്നെ നടത്തിക്കോളും. ഇതാ പറഞ്ഞു വരുന്നത്. ഹല്ലേലൂയ. അതിന് സ്പിരിച്വൽ ഗോഡൌണിനെ തുറക്കാൻ നമ്മൾ റെഡി ആകണം. എന്ത് തുറക്കാൻ റെഡിയാവണം? സ്പിരിച്വൽ ഗോഡൌൺ, സ്പിരിച്വൽ ബാങ്ക്. ഹല്ലേലൂയ. ഇന്നുതൊട്ട് നിങ്ങൾ എന്തോ തുറന്ന് ജീവിക്കണം? സ്പിരിച്വൽ ബാങ്ക് തുറക്കണം. ഹല്ലേലൂയ. എന്നിട്ട് പറയണം, ഐ റിലീസ്.
എങ്ങനെ യേശു ശിഷ്യന്മാരും ജീവിച്ചത്? ലോൺ മേടിച്ചല്ല, പേഴ്സിലെ ബാങ്ക് ബാലൻസ് കൊണ്ടല്ല, വീട്ടിലിരിക്കുന്ന ഉരുപ്പടി വിറ്റിട്ടല്ല. എല്ലാം വിട്ടിട്ടിറങ്ങിയവർ, അവരുടെ കയ്യിൽ വിൽക്കാനൊന്നുമില്ല. ഇനിയും വലയും വെള്ളവും വഞ്ചിയും വിട്ടിട്ടിറങ്ങി. അപ്പൊ നമ്മൾ അറിയാതെ പ്രസംഗങ്ങൾ കേട്ട് തെറ്റിദ്ധരിച്ചു. യേശുവിന്റെ പുറകെ ഇറങ്ങിയാൽ എന്താണ്? നമ്മൾ വട്ടപൂജ്യമാകും, ദാരിദ്ര്യമാണ്, അതാണ് ദൈവഹിതമെന്ന് നമ്മളോട് ആരൊക്കെയോ പറഞ്ഞും കൂടെ തന്നപ്പോൾ നമ്മൾ കൈയടിച്ച് സ്വീകരിച്ചു. നിന്റെ കയ്യിൽ ഒന്നും വേണ്ട, നിന്റെ ആത്മാവിൽ നീ കോടീശ്വരനാണെങ്കിൽ ആത്മമനുഷ്യനിൽ നിന്ന് ഭൗതികത്തിലേക്ക് റിലീസ്. ഹല്ലേലൂയ. നിങ്ങളുടെ കയ്യിൽ വേണമെന്ന് ഇനി പശു പിടിക്കുക. എല്ലാം പറഞ്ഞ കയ്യിൽ വേണമെന്ന് നിർബന്ധമില്ല. ഉറക്കെ പറ, കയ്യിൽ വേണമെന്ന് നിർബന്ധമില്ല. ഹല്ലേലൂയ. കയ്യിൽ വേണമെന്ന് നിർബന്ധമില്ല. ജോഷ് ബ്രദറൊക്കെ എറണാകുളത്തുനിന്ന് കൈയും വീശിയാവുന്നത് അല്ല, അങ്ങനെ വേണം വരാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കയ്യിലൊന്നും ഉണ്ടാകാത്തവരെ എനിക്കിഷ്ടം. അവിടെയാണ് നിന്റെ വിശ്വാസ ജീവിതം തുടങ്ങുന്നത്. പക്ഷെ വിശ്വാസ ജീവിതം തെണ്ടിത്തിരിയുന്ന ജീവിതമല്ല, അത് രാജകീയമാണ്. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. എവിടെന്നാ നമ്മൾ ഇത് എടുക്കുന്നേ? സ്പിരിച്വൽ ഗോഡൗൺ. ഉറക്കെ പറ, എന്റെ ആത്മമനുഷ്യന്റെ ഗോഡൗൺ. രക്ഷിക്കപ്പെട്ട ഞാൻ രക്ഷപ്പെട്ടു. എപ്പോഴാണ്? ഈ സത്യം അറിയുമ്പോൾ. രക്ഷിക്കപ്പെട്ട ഞാൻ രക്ഷപ്പെട്ടെന്ന് അറിയണം. ഹല്ലേലൂയ പറഞ്ഞേ, നല്ലൊരു ആമീൻ പറഞ്ഞേ, നല്ലൊരു സ്തുതി ചെയ്തേ. ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞേ, ഞാൻ രക്ഷപ്പെട്ടു. ഉറക്കെ പറ, ഞാൻ രക്ഷപ്പെട്ടു. ഇനി എന്നെ രക്ഷിക്കാൻ ദൈവം ഒന്നുകൂടെ ഇറങ്ങണ്ട, എന്റെ ആത്മാവിൽ അവൻ ഇറങ്ങി കഴിഞ്ഞു. ഇന്ന് നിങ്ങൾ ഇവിടെ വന്നത് എന്തിനാ? ഒന്നുകൂടെ ദൈവം ഇറങ്ങി നിങ്ങളെ രക്ഷിക്കാനാണോ? അല്ല, അതാണ് തെറ്റിപ്പോയത്. അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നത്. നമ്മുടെ ശുശ്രൂഷയുടെ പ്രത്യേകത അവിടെ വരുന്നത്. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ ഇവിടെ വന്നത് ദൈവം ഇന്ന് ഒന്നുകൂടെ ഇറങ്ങി രക്ഷിക്കാനല്ല, നിങ്ങളെ രക്ഷിച്ച നിങ്ങളുടെ ആത്മമനുഷ്യനിലുള്ള ദൈവത്തെ അറിയാനാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ രോഗസൗഖ്യം എവിടെ കിടപ്പുണ്ടെന്ന് അറിയാവോ? യുവർ സ്പിരിറ്റ് മാനിൽ കിടപ്പുണ്ട്. നിങ്ങൾക്ക് വേണ്ട അടുത്ത സ്റ്റെപ്പുകൾ, ലീഡിങ്ങുകൾ എവിടെ കിടപ്പുണ്ടെന്ന് അറിയാവോ? നിങ്ങളുടെ ആത്മമനുഷ്യനിൽ കിടപ്പുണ്ട്. നിങ്ങൾക്ക് വേണ്ട സമ്പത്ത് എവിടെ കിടപ്പുണ്ടെന്ന് അറിയാമോ? നിങ്ങളുടെ ആത്മമനുഷ്യനിൽ കിടപ്പുണ്ട്. നിങ്ങൾക്ക് വേണ്ട ആരോഗ്യം എവിടെ കിടപ്പുണ്ട്? ആത്മമനുഷ്യനിൽ കിടപ്പുണ്ട്. നിങ്ങൾക്ക് വേണ്ട ഓരോ ബന്ധങ്ങൾ എവിടെ കിടപ്പുണ്ടെന്ന് അറിയാമോ? ആത്മമനുഷ്യനിൽ കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു ആത്മമനുഷ്യനാണെന്നുള്ള ബോധത്തിൽ ജീവിച്ചാൽ മതി. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ പറഞ്ഞേ. ഒരു ദിവസം നിങ്ങൾ 1 മണിക്കൂറെങ്കിലും അന്യഭാഷ പറയണം. പറയുമ്പോ നിങ്ങൾ എന്തുവാ പറയുന്നത്? ആത്മാവിൽ മർമ്മങ്ങളാ പറയുന്നേ എന്ന് പറഞ്ഞ നിങ്ങളുടെ ആത്മാവിൽ എന്തോ ഉണ്ടെന്നാ ഈ പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാ ബൈബിൾ എഴുതിയത് അന്യഭാഷ പറഞ്ഞപ്പോൾ എന്തുവാ സ്റ്റീവേ? അവർ അന്യഭാഷ പറഞ്ഞപ്പോൾ ഡാഷ് കാര്യങ്ങൾ പ്രസ്താവിച്ചു. ദൈവത്തിന്റെ വൻ കാര്യങ്ങൾ. ആ വാക്യം അറിയാമെങ്കിൽ ഒന്ന് വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 2:9 10 നോക്കിക്കേ. അപ്പോസ്തല പ്രവൃത്തി 2:9 10 ഒക്കെ ഒന്ന് വായിച്ചു നോക്കിക്കേ. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 2 കിട്ടിയോ? അപ്പോസ്തല പ്രവൃത്തി 2 എത്ര? 11 വായിച്ചേ അമ്മ. ഉറക്കെ വായിച്ചേ. ഹല്ലേലൂയ. നാം നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിന് ഈ നമ്മുടെ ഭാഷകളിൽ ഒരു വാക്യം മുമ്പ് വായിച്ചേ. ആസിയയിലും ലിബ്യയിലും പംഫുല്യയിലും മിസ്രയീമിലും കുറേനയ്ക്ക് ദേറെ ലിബ്യ പ്രദേശങ്ങളിലും പാർക്കുന്നവരും റോമയിൽ നിന്ന് വന്ന് പാർക്കുന്നവരും യഹൂദന്മാരും യഹൂദ മതാനുസാരികളും ക്രേത്യരും അറബിക്കാരുമായ നാം ഈ നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ പ്രസ്താവിക്കുന്നത്
കേൾക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഒരു 5 പ്രാവശ്യം പറഞ്ഞ വൻ കാര്യങ്ങൾ, ദൈവത്തിന്റെ വൻ കാര്യങ്ങൾ, വൻ കാര്യങ്ങൾ, വൻ കാര്യങ്ങൾ, വൻ കാര്യങ്ങൾ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആരാ ഈ വൻ കാര്യം പറയുന്നതെന്നറിയോ? മീൻപിടുത്തക്കാര്. ഹല്ലേലൂയ. മീൻപിടുത്തക്കാര് മാക്സിമം അയലയുടെയും ചാളയുടെയും മത്തിയുടെയും വിലയല്ലേ പറയേണ്ടത്? എന്നോട്ടെ ഈ വൻ കാര്യം പറയാൻ തുടങ്ങിയത്? നമ്മൾ പറയത്തില്ല കൊച്ചു എടാ ചെറിയ വായില് വലിയ വർത്താനം, ചെറിയ വായിൽ അങ്ങനെ അമ്മ പറയാറുണ്ടല്ലേ? ആ, അന്ന് ശിഷ്യന്മാരോട് ഇത് തന്നെ പറഞ്ഞത്. ചെറിയ വായലിവന് എന്തോടെ എത്ര വലിയ വർത്താനം, ഇത്ര നാൾ അയലയുടെയും ചാളയുടെയും മത്തിയുടെയും കണക്ക് പറഞ്ഞവനാണ്. പത്രോസ് യോഹന്നാനോടുള്ള കാര്യം പറച്ചിൽ എന്ത്? ഏയ് ചാകര വല്ലതും വരാറായടേ, അപ്പികളെ ഇതുവരെയാടേ, നാളെ നമുക്ക് എങ്ങോട്ട് പോണോ? ഇങ്ങനെയൊക്കെ പറഞ്ഞു നടന്ന പിള്ളാരാണ് ഇപ്പൊ എന്നാ പറയണേ? വൻ കാര്യങ്ങളെ പ്രസ്താവിക്കുക. ചിലരൊക്കെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ എന്നോ ഇവര് പറയുന്നേ? ദൈവത്തിന്റെ വൻ കാര്യങ്ങൾ എന്ന് പറഞ്ഞ ഇവരുടെ ഐഡന്റിറ്റി മാറി, ഇവര് സ്പിരിറ്റ് മാനായി. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രശ്നം ഇപ്പോഴും ചെറിയ കാര്യങ്ങളെ പറയുന്നുള്ളൂ. കാരണം അന്യഭാഷയല്ല പറയുന്നത്, ഇപ്പോഴും പഴയ ഭാഷയാ പറയുന്നത്. എന്റെ ജീവിതം എന്നാ മാറിയെന്ന് ഞാൻ പറയാൻ ജോഷ് ബ്രദറെ, മലയാളത്തെക്കാൾ കൂടുതൽ ഞാൻ അന്യഭാഷ പറഞ്ഞ സമയമുണ്ട്. ഇപ്പൊ ഞാൻ അത്രയും പറഞ്ഞുകൊണ്ട് നടക്കുന്നില്ല. വണ്ടിയെ കയറിയാൽ, കാറെ കയറിയാൽ, നിന്നാൽ എനിക്ക് വട്ട എന്ന് പറഞ്ഞവരുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ അന്യഭാഷ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നിന്ന് ഒഴുകുന്നത് എങ്ങനെയാണെന്നറിയോ? അന്ന് പറഞ്ഞ അന്യഭാഷയാ. ഇപ്പൊ അത്രയും പറയുന്നില്ല. ഇപ്പൊ നമ്മൾ കൂടുതൽ ലാഫിങ്ങിലൊക്കെ നിൽക്കുക. ഹല്ലേലൂയ. അന്ന് അന്യഭാഷ കിട്ടിയപ്പോ കിട്ടിയ വെളിപ്പാടാണ് ഇതൊക്കെ. ഹല്ലേലൂയ. അന്യഭാഷ ആദ്യം ഒരു ലൈനാ ഞാൻ പറഞ്ഞത്, പിന്നെ 10 പേജായി, 20 പേജായി, 30 പേജായി. പറയും തോറും പൗലോസിനെ പോലെ ഞാൻ പറയാൻ തുടങ്ങി. എല്ലാവരെക്കാളും അധികം ഞാൻ അന്യഭാഷകൾ പറഞ്ഞതുകൊണ്ട് എല്ലാവരെക്കാളും അധികം ലേഖനങ്ങൾ ഞാൻ എഴുതി എന്ന് പൗലോസ് പറഞ്ഞതുപോലെ എന്റെ ഈ വെളിപ്പാടുകളൊക്കെ ബേസ്മെന്റ് കിടക്കുന്നത് ആ അന്യഭാഷയില. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ന് തൊട്ട് ഞാൻ ഹല്ലേലൂയ എല്ലാവരും പറയുന്ന പ്രസംഗമൊക്കെ വിട്ട് വൻ കാര്യങ്ങൾ പ്രസ്താവിക്കാൻ. 1 മണിക്കൂറെങ്കിലും അന്യഭാഷ പറയുന്നവർ ഇതിന്റെ അകത്തുണ്ടോ? 24 മണിക്കൂറിൽ 1 മണിക്കൂർ അന്യഭാഷ പറയുന്നവർ ഇതിന്റെ അകത്തില്ല. അപകടം, ഭയങ്കര അപകടം. എന്താണ്? ഭയങ്കര അപകടം. 24 മണിക്കൂറിൽ 1 മണിക്കൂർ അന്യഭാഷ പറയുന്നവർ ഇതിന്റെ അകത്തില്ല. ഹല്ലേലൂയ. 24 മണിക്കൂറിൽ ഓൾമോസ്റ്റ് എല്ലാ സമയവും മലയാള ഭാഷയാണ് അപകടം. കാരണം മലയാളത്തിൽ ഇവര് എന്തൊക്കെ പറഞ്ഞാലും വൻ കാര്യം പറയാൻ പറ്റില്ല. പറയുന്ന മുഴുവൻ ചെറിയ കാര്യങ്ങളായിരിക്കും. ചായോ, ചേട്ടാന്നാണോ വിളി? ചേട്ടാ, ചേട്ടാ നാളത്തെ കാര്യം എങ്ങനെയാ ചേട്ടാ? ഉടനെ ചേച്ചി, നാളെ കൂലിയൊന്നും ഇല്ലടി, കൂലിയൊക്കെ കുറവാ, ഫീസ് കൊടുക്കാനൊന്നും ഇല്ല. ഇപ്പോഴാണെങ്കിൽ തൊഴിലുറപ്പ് എല്ലാം നിർത്തുവാ ചായ, ഒന്നും ഇങ്ങോട്ട് കൂട്ടി മുട്ടുന്നില്ല ചായ. എന്തുവാന്നറിയത്തില്ല, കട്ടയം ബോർഡും മടങ്ങുമെന്നാ തോന്നുന്നത്. എന്തായാലും നോക്കാം അല്ലേ? ഇതൊക്കെയാണ് ചെറിയ വർത്താനം. ഇവര് ചിന്തിക്കും ഇവരുടെ വീട്ടിലുള്ള വർത്താനമൊക്കെ എനിക്ക് എങ്ങനെ പിടികിട്ടിയെന്ന്. ഇതൊക്കെ ഞങ്ങൾ നിർത്തിയിട്ട് വർഷങ്ങളായി. ഹല്ലേലൂയ. ഇപ്പോൾ ഞങ്ങൾ സംസാരിക്കുന്നത് അന്യഭാഷയാണ്. അന്യഭാഷയിൽ നിങ്ങൾ ഒരു വാക്കേ പറഞ്ഞുള്ളെങ്കിലും അതൊരു വൻ കാര്യമാണ്. ഒരു വാക്ക് അന്യഭാഷ പറഞ്ഞാലും അതെന്താണ്? അതൊരു വൻ കാര്യമാണ്. ഒരു വാക്ക് അന്യഭാഷ പറഞ്ഞാലും അതൊരു ഭയങ്കര കാര്യമാ പറയുന്നത്. നിങ്ങൾ എന്തോ പറയുന്നതെന്നറിയാവോ? നിങ്ങളുടെ ആത്മാവിൽ നിങ്ങൾ ആരാകും, നിങ്ങളുടെ ആത്മാവിൽ എന്തുണ്ട്, ഇതൊക്കെയാ പറയുന്നത്. നിങ്ങൾ മലയാളം പറഞ്ഞാൽ എന്തില്ല എന്നാ പറയുന്നത്. ചായ 5 രൂപ കയ്യിലെടുക്കാൻ ഇല്ല, കൊച്ചുങ്ങളെ ഫീസ് അടയ്ക്കാൻ പൈസ ഇല്ല, ഫ്രിഡ്ജിലൊന്നും
ഇല്ല. കറി വെക്കാൻ ഒന്നും ഇല്ല. പെട്രോൾ അടിക്കാൻ പൈസ ഇല്ല. ആമേൻ പറ. ഹല്ലേലൂയ പറ. എന്തില്ല മലയാളം പറഞ്ഞാൽ നിങ്ങൾ ഇതേ പറയത്തുള്ളൂ. എന്തില്ല എന്ന് പറയും. ആത്മമനുഷ്യൻ അങ്ങോട്ട് എഴുന്നേറ്റാൽ ആത്മാവിൽ എന്തുണ്ടെന്ന് പറയും. ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ രക്ഷപ്പെട്ടു. ഹല്ലേലൂയ. ഇത് പറഞ്ഞ ആത്മാവിൽ അങ്ങോട്ട് എഴുന്നേൽക്കുമ്പോഴത്തേക്കും വീട്ടിൽ അറലം തുറന്നാൽ എല്ലാം അതിൻ്റെ അകത്തോട്ട് വന്ന് കയറിക്കോളും. നല്ലൊരു ആമീൻ പറഞ്ഞേ, നല്ലൊരു ആമീൻ പറഞ്ഞേ. എല്ലാം ഒഴുകി വരും. ഹല്ലേലൂയ. ഓരോ വട്ടവും ഒരു ദൈവദാസൻ തലയിലോട്ട് കൈവെക്കണോ? വേണ്ട. ആദ്യം ഭൂതം പോകാനായിട്ട് തലയെ കൈവച്ചാൽ മതി. പിന്നെ തലയെ കൈവെക്കുന്നത് തന്നെ ഒരു അപകടമാണ്. ഹല്ലേലൂയ. കാരണം നിങ്ങൾ വിശ്വസിക്കും പിന്നെ ആ ദൈവദാസൻ വന്നാലേ എൻ്റെ കാര്യം നടക്കത്തുള്ളെന്ന്. അങ്ങനെ നമ്മുടെ തല സെറ്റായി പോയി. അങ്ങനെ സെറ്റ് ആകരുത്. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ ആത്മാവിലുണ്ട്. ഹല്ലേലൂയ. അതിനെ ഞാൻ റിലീസ് ചെയ്യുന്നു. എല്ലാവരും പറഞ്ഞു, എനിക്ക് വേണ്ടത് എന്റെ ആത്മാവിലുണ്ട്. എന്നെ ഒരു ആത്മ മനുഷ്യനാക്കി ജീവിപ്പിക്കേണ്ടതെല്ലാം ആത്മീയകവും ഭൗതികവുമായ എല്ലാ നല്ല ദാനങ്ങളും എന്റെ ആത്മ മനുഷ്യനിൽ സ്വരുക്കൂട്ടിയിട്ടിരിക്കുക, സ്റ്റോർ അടിച്ചിട്ടിരിക്കുക, സ്റ്റോക്ക് അടിച്ചിട്ടിരിക്കുക. ഗോഡൌൺ ആണ് എന്റെ ആത്മ മനുഷ്യൻ. എങ്ങനെ ആത്മാവിൽ നിന്നൊരു കാര്യം റിലീസ് ചെയ്യാം? നന്ദി പറഞ്ഞാൽ മതി. കർത്താവേ, എനിക്ക് ആ 1,00,000 തന്നതിന് നന്ദി, എനിക്ക് ആ വീട് തന്നതിന് നന്ദി, ഞാൻ അതിനെ റിലീസ് ചെയ്യുന്നു. നീ എന്നെ കുറിച്ച് കണ്ട ഡിസൈൻ പോലെ ഞാൻ ഇവിടെ അതിനെ സ്ഥാപിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ ആ രാജാവായിട്ടൊന്ന് എഴുന്നേക്കണം വീട്ടില്. ഹല്ലേലൂയ. അത്രേ ഉള്ളൂ. സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. ഇത് പഠിച്ചവർ ആമീൻ പറഞ്ഞേ. എങ്ങനെയാണ് ആത്മാവിൽ കാര്യങ്ങൾ ചെയ്ത് ജീവിക്കേണ്ടതെന്ന് പഠിച്ചവർ ആമീൻ പറഞ്ഞേ. അപ്പൊ നിങ്ങളുടെ തലയിലുള്ള ഡിസൈൻ ഒന്ന് മാറ്റിക്കണം. എല്ലാ മാസവും ആശുപത്രിയിൽ പോകുന്ന നിങ്ങളെ നിങ്ങൾ ഭാവനയിൽ ഇനി കാണരുത്. രോഗിയായ നിങ്ങളെ ഇനി ഭാവനയിൽ കാണരുത്. ദുഃഖമുള്ള നിങ്ങളെ ഇനി ഭാവനയിൽ കാണരുത്. രാജാവായ നിങ്ങളെ ഭാവനയിൽ കാണണം. ഹല്ലേലൂയ. നിങ്ങളുടെ മുഖം കണ്ടാൽ ചിലപ്പോൾ അത് നിങ്ങൾക്ക് ഭാവന കാണാൻ പറ്റത്തില്ല. പക്ഷെ നിങ്ങളുടെ ആത്മാവിനെ ഭാവന കാണണം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും, You are a king. You are a king. You are a king. ആമേൻ. വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. ഒന്ന് എഴുന്നേറ്റ് നിന്നേ. എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഓ റഷാറ്റല ബ്രഹാസിയ അൻതറഫെഹിസിയ റി എല്ലാ ക്രബോഹോജിയ റേ എലംബ്ര ഹൗസ് ബ്രഹേനിയാന്റോസ് റി എലാഷസ് ബ്രഹേൽ ബിയോന്റോസിയ റു കോല അസേമ കർ അല്ലാസെ റിഹിയ ലഹിയ ഷഹീദ റേ എലാഷ ഫ്ര എൻബോകോട്ടോസിയ റി എലാസ ഫ്ര എൽബിയോന്റോസിയ. ഒന്നുകൂടെ പറഞ്ഞ കർത്താവേ, എന്നെ രക്ഷിച്ചതിന് നന്ദി. കൈ ഉയർത്തി പറഞ്ഞ കർത്താവേ, എന്നെ രക്ഷിച്ചതിന് നന്ദി. ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോ ഞാൻ രക്ഷപ്പെട്ടതിന് നന്ദി. ഓ റഷാറ്റല ബ്രഹാസിയ. എനിക്ക് ഒരു കുറവും ഇല്ലാത്തതിന് നന്ദി. ഞാൻ ബലഹീനനല്ല, ബലവാനായതിന് നന്ദി. ഞാൻ ദരിദ്രനല്ല, എനിക്ക് സമൃദ്ധി ഉള്ളതിന് നന്ദി. ഹല്ലേലൂയ. റബശകതല റബഹസിയ റുഹോഷസിതല ബ്രഹസിയ റെഇല സഫ്ര എൽബ്രോ. ഞാൻ ഇനി ആശുപത്രി കാണാത്തതിന് നന്ദി. ഞാൻ മരണം കാണാത്തതിന് നന്ദി. ഞാൻ ആക്സിഡന്റ് കാണാത്തതിന് നന്ദി. രോഗം കാണാത്തതിന് നന്ദി. അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ, അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ, അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ,
ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. 10,000-ങ്ങളിൽ സുന്ദരനേ, ശാരോനിൻ റോജാവേ. 10,000-ങ്ങളിൽ സുന്ദരനേ, ശാരോനിൻ റോജാവേ. ജോഷ് ബ്രദർ എല്ലാവരുടെയും തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചാണ്. ജോഷ് ബ്രദർ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചാണ്. ഓ ശാരോനിൻ റോജ, അവരോട് എന്തെങ്കിലും ദൂതുകൾ ഉണ്ടെങ്കിൽ അതും അറിയിക്കാം. സുന്ദരനേ, ശാരോനിൻ റോജാവേ. 10,000-ങ്ങളിൽ സുന്ദരനേ, ശാരോനിൻ റോജാവേ. അങ്ങേക്കു തുല്യന അങ്ങു മാത്രം. ഓ അങ്ങേക്കു തുല്യന അങ്ങു മാത്രം. 10,000-ങ്ങളിൽ സുന്ദരനേ, ശാരോനിൻ റോജാവേ. 10,000-ങ്ങളിൽ സുന്ദരനേ, ശാരോ. 10,000-ങ്ങളിൽ ഓ 10,000-ങ്ങളിൽ സുന്ദരനേ, ശാരോനിൻ റോജാവേ. അങ്ങേക്കു തുല്യന അങ്ങു മാത്രം. അങ്ങേക്കു തുല്യന അങ്ങ്. എൻ കെട്ടുകളെ അഴിച്ച യേശുവിൻ നാമം, ഒപ്പം പറഞ്ഞിടാൻ ഇടയില്ല നാമം. എൻ ഭയമെല്ലാം മാറ്റി യേശുവിൻ നാമം, ഒപ്പം പറഞ്ഞിടാൻ ഇടയില്ല നാമം. ഓഹോ അത്ഭുതമായ, അതിശയമായ, ഓ ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. നിങ്ങൾ വെളിയിലോട്ട് ഇറങ്ങിക്കേ. പ്രാർത്ഥിക്കേണ്ടവരൊന്ന് അങ്ങോട്ടൊന്ന് ഇറങ്ങി നിന്നാണ്. നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാര. ഇപ്പോൾ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. 10,000-ങ്ങളിൽ സുന്ദരനേ, ശാരോനിൻ റോജാവേ. 10,000-ങ്ങളിൽ സുന്ദരനേ, ശാരോനിൻ റോജാവേ. 10,000-ങ്ങളിൽ സുന്ദരനേ, ശാരോനിൻ റോജാവേ. 10,000-ങ്ങളിൽ സുന്ദരനേ, ശാരോനിൻ റോജാവേ. അങ്ങേക്കു തുല്യന അങ്ങു മാത്രം. ഓ അങ്ങേക്കു തുല്യനായി. ഓ മരുഭൂമിയിൽ അർദ്ധപ്രാണനായി ഒരു കണ്ണും കാണാതെ വിതുമ്പിയപ്പോൾ സ്നേഹക്കൊടിയിൽ എന്നെ മറച്ചു. ഓമനപ്പേർ ചൊല്ലി എന്നെ മാറോടണച്ചു. മരുഭൂമിയിൽ അർദ്ധപ്രാണനായി ഒരു കണ്ണും കാണാതെ വിതുമ്പിയപ്പോൾ സ്നേഹക്കൊടിയിൽ എന്നെ മറച്ചു. ഓമനപ്പേർ ചൊല്ലി എന്നെ മാറോടണച്ചു. എന്റെ ഹൃദയത്തെ തൊടുവാ, മുറിവിൽ താലോടുവാ, യേശുവെ പോൽ ആരെയും ഞാൻ കണ്ടതില്ല. ഇത്രയേറെ ആനന്ദം എൻ ജീവിതത്തിൽ ഏകുമെന്ന് യേശുവെ ഞാൻ ഒരിക്കലും നിനച്ചതില്ല. എന്റെ ഹൃദയത്തെ തൊടുവാൻ, മുറിവിൽ തലോടുവാൻ, യേശുവെ പോലാരെയും ഞാൻ കണ്ടതില്ല.
10,000-ൽ അതിശ്രേഷ്ഠൻ, എനിക്കേറ്റം പ്രിയമുള്ള നാഥൻ. എൻ ഹൃദയം തകർന്ന സർവാംഗ സുന്ദരൻ യേശു, എനിക്കൊരു ഉത്തമ ഗീതം എന്റെ പ്രിയനോട് പാടുവാനും എന്റെ യേശുവിനായി എഴുതിയ ഗീതം ഒരു പനിനീർപ്പൂ പോലെ മൃദുലം. വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ യേശു വലിയവൻ, യേശു വലിയവൻ, യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ, അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ, അത്ഭുതമായ, ചേർന്ന് പാടിക്കേ, അതിശയമായ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ, അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ, അത്ഭുതമായ, അധികാരമുള്ള നാമമേ, അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ, അത്ഭുതമായ നാമമേ, അതിശയമായ, ആശ്ചര്യമായ നാമമേ. 10,000-ങ്ങളിൽ ചേർന്ന് പാടിക്കേ, 10,000-ങ്ങളിൽ സുന്ദരനെ ഉറക്കെ, 10,000-ങ്ങളിൽ സുന്ദരനെ, ഷാരോനിൻ റോജാവേ, 10,000-ങ്ങളിൽ സുന്ദരനെ, ഷാരോനിൻ, 1000-ങ്ങളിൽ സുന്ദരനെ, ഷാരോനിൻ റോജാവേ, 10,000-ങ്ങളിൽ സുന്ദരനെ, ഷാരോനിൻ റോജാവേ. ഓ അങ്ങേക്കു തുല്യനായി, അങ്ങേക്ക് തുല്യനായി, അങ്ങേക്ക് ഓ അങ്ങേക്ക് തുല്യനായി, അങ്ങു മാത്രം. യേശുവേ, യേശുവേ, നീ വേണമേ, നീ വേണമേ, യേശുവേ. ഓ ഓ ഓ ഓ യേശുവേ. ഓ ഓ ഓ
ഉയർവ് ഇല്ലയേ നീരില്ലാമൽ നാനില്ലയേ നീർ சொல்லாமல் உயர்வில்லையே உங்க பிரசன்னம் தான் எனக்கு முகவரி உங்க பிரசன்னம் தான் எனது தகுதி உங்க பிரசன்னம் தான் எனக்கு முகவரி உங்க பிரசன்னம் தான் எனக்கு தகுதி நீரில்லாமல் நான் இல்லையே நீர் சொல்லாமல் உயர்வு இல்லையே உங்க பிரசன்னம் தான் எனக்கு முகவரி உங்க பிரசன்னம் தான் எனது தகுதி യേശുവേ യേശുവേ ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിൽ ഇപ്പോൾ കടന്നു വരികയാണ്. ഈ ജനത്തിനു വേണ്ടി ഇപ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും നിങ്ങളുടെ തലയിലേക്ക് സ്വന്തം കൈകളൊന്ന് വെച്ചാട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇതൊരു പ്രത്യേക ആത്മ അന്തരീക്ഷമാണ്. ഈ ഗ്ലോറിക്കകത്ത് നിങ്ങളുടെ വിഷയങ്ങൾ ഞങ്ങൾ പറഞ്ഞു പോകേണ്ട ആവശ്യമില്ല. പറയേണ്ടി വന്നാൽ പറയുക മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക്കലി ഈ അന്തരീക്ഷം നിങ്ങളുടെ വീടുകളെ, ജീവിതങ്ങളെ ഏതിന് തുല്യമാക്കി മാറ്റുവാൻ ഞങ്ങൾ അതിനെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇന്നു മുതൽ ഇവരുടെ ജീവിതങ്ങൾ, പുതുതായിട്ട് കടന്നു വന്നവർ, നേരത്തെ തൊട്ട് കടന്നു വരുന്നവർ, അവരുടെ ജീവിതങ്ങൾ ഏതിന് സമാനമാകാൻ പോകുന്നു. ഏതിന് സമാനമാകുന്ന ആത്മാന്തരീക്ഷം അവരുടെ വീടുകളിൽ, ഭവനങ്ങളിൽ, ചുറ്റുപാടുകളിൽ ഞങ്ങൾ റിലീസ് ചെയ്യുന്നു. ഈ മുഴുവൻ ദേശത്തെയും തിരുകരത്തിൽ വഹിക്കുന്നു. ബാലരാമപുരം എന്ന പട്ടണത്തെ തിരുകരത്തിൽ ഞങ്ങൾ വഹിക്കുന്നു. ഈ ദേശം, കുഴിവിള എന്ന ദേശം, ഈ പട്ടണങ്ങൾ, ഇതെല്ലാം യേശു പിടിച്ചടക്കാൻ പോകുന്നു. ഈ പട്ടണങ്ങൾ ഒരു മതമല്ല, ഒരു ജാതിയല്ല പിടിച്ചടക്കുന്നത്, ദൈവരാജ്യം പിടിച്ചടക്കാൻ പോകുകയാണ്. ദൈവരാജ്യം വന്നാൽ ദാരിദ്ര്യം മാറും, അസമാധാനം മാറും, ആശുപത്രികൾ നിൽക്കും, ദാരിദ്ര്യങ്ങൾ അവസാനിക്കും, പട്ടിണികൾ അവസാനിക്കും, പാപങ്ങൾ അവസാനിക്കും. പാപം അവസാനിക്കാൻ പോകുന്നു. പാപം അവസാനിക്കാൻ പോകുന്നു. പാപത്തിന് അന്ത്യം കുറിക്കാൻ ദൈവരാജ്യം വരുന്നു. പാപം ഈ ദേശത്തെ ഇനി വിഴുങ്ങത്തില്ല. സിഗരറ്റ് അവസാനിക്കാൻ പോകും. മദ്യം ഈ ദേശത്ത് അവസാനിക്കാൻ പോകുന്നു. കഞ്ചാവ് അവസാനിക്കാൻ പോകുന്നു. മദ്യം അവസാനിക്കാൻ പോകും. ലഹരി അവസാനിക്കാൻ പോകുന്നു. ഓ, ദൈവരാജ്യത്തെ റിലീസാക്കുന്നു. ഈ പട്ടണത്തിന്റെ മേൽ ഞങ്ങൾ അതിനെ അൺലോക്ക് ചെയ്യുന്നു. ആ ദൂതന്മാരെ റിലീസ് ചെയ്യുന്നു. ആ ആത്മാന്തരീക്ഷത്തെ ഞങ്ങൾ അൺലോക്ക് ചെയ്യുകയാണ്. ഇതിന്റെ അകത്ത് ഒരു രോഗിയില്ല, ഒരുത്തൻ ദരിദ്രനായിട്ടില്ല, കുറവുകൾ ഉള്ളവനായിട്ട് ഒരുവൻ പോലും ഇല്ല. ആത്മാന്തരീക്ഷത്തെ ഞാൻ റിലീസ് ചെയ്യുമ്പോൾ അതിനെ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വീകരിക്കണം. ഇൻ ദ കൗണ്ട് ഓഫ് 3, 2, 1 ഞങ്ങൾ അതിനെ തുറക്കുന്നു. സ്വീകരിക്കുന്നു, പറഞ്ഞാട്ടെ, സ്വീകരിക്കുന്നു. ഓ ഒന്നുകൂടെ ഞാൻ അതിനെ തുറക്കാൻ പോകുകയാണ്. ഇൻ ദ കൗണ്ട് ഓഫ് 3, 2, 1 ആത്മാന്തരീക്ഷത്തെ തുറക്കുന്നു. പറഞ്ഞ് സ്വീകരിക്കുന്നു. ഉറക്കെ സ്വീകരിക്കുന്നു. ഉറക്കെ സ്വീകരിക്കുന്നു. ആത്മാന്തരീക്ഷത്തെ ഞങ്ങൾ ഈ ദേശത്ത് തുറക്കുകയാ. അവരിൽ ഒരുവൻ പോലും രോഗിയില്ല. പഴയ നിയമത്തിലെ ക്ലൗഡിന്റെ കീഴിൽ യാത്ര ചെയ്തവർ, ക്ലൗഡ് എന്ന് പറഞ്ഞ മേഘത്തിന്റെ കീഴിൽ, ആ മേഘം ഒരു റലമാണ്, ഒരു ആത്മ അന്തരീക്ഷമാണ്. അതിന്റെ കീഴിൽ ഒരുത്തനും ബലഹീനനില്ല, ഒരുത്തന്റെ ചെരുപ്പ് തേഞ്ഞില്ല, ഒരുത്തന് കുറവില്ല.
ആ മേഘമാണ് ദൈവരാജ്യ മേഘം. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ മതത്തിൽ ഇത്രയും നാൾ പോയെങ്കിൽ ഇപ്പോൾ മുതൽ നിങ്ങൾ ആയിരിക്കുന്നത് ക്രിസ്തീയ മതത്തിലല്ല, മഹത്വത്തിലാണ്. ഹല്ലേലൂയ. എല്ലാരും ഒന്ന് പറഞ്ഞേ, ഞാൻ മതത്തിലല്ല. മതത്തിലല്ല. ഉറക്കെ പറ, മതത്തിലല്ല ഞാൻ, മതത്തിലല്ല. മഹത്വത്തിലാണ് ഞാൻ. മഹത്വത്തിലാണ്. മതം എന്നെ കൊന്നു, മഹത്വം എന്നെ ജീവിപ്പിക്കും. മതം എന്നെ കൊന്നു, മഹത്വം എന്നെ ജീവിപ്പിക്കും. ക്രിസ്തീയ മതം എന്നെ കൊന്നു, എന്നാൽ ക്രിസ്തീയ മഹത്വം എന്നെ ജീവിപ്പിക്കും. ഈ സെക്കൻഡ് മുതൽ നിങ്ങളുടെ തലയിൽ നിന്ന് മതം മാറണം. ഈ സെക്കൻഡ് മുതൽ മഹത്വം നിങ്ങളെ ഭരിക്കണം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ആ അന്തരീക്ഷങ്ങളെ ഇവിടെ തുറന്നു വിടുക. ഹല്ലേലൂയ. ജീസസ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിനെ സ്വീകരിക്കുന്നവർ ഉറക്കെ ആമീൻ പറഞ്ഞേ. ആമേൻ. ഉറക്കെ ആമീൻ പറഞ്ഞേ. ഒന്നുകൂടെ ആമീൻ പറഞ്ഞേ. ഓ ഷഹീദാ സഫ്രേ. അതിനെ ഒന്നുകൂടെ സ്വീകരിച്ച് ഉച്ചത്തിൽ 3, 2, 1 എന്ന് കൗണ്ട് ചെയ്യുമ്പോ ഉറക്കെ ഒരുമിച്ച് ആമീൻ പറയണം. 3, 2, 1 ആമേൻ. കർത്താവേ, ഞങ്ങൾ ഇവരെ ബ്ലസ് ചെയ്ത് കഴിഞ്ഞു. ഇവർ ബ്ലസ്ഡ് ആണ്. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. ജയം തന്ന ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹല്ലേലൂയ.